ഇതെല്ലാം വിശ്വാസികൾക്ക് ഉപയോഗിക്കാം. ആണാകട്ടെ പെണ്ണാകട്ടെ. ഞാൻ നോക്കി നിൽക്കുമ്പോൾ സ്ത്രീകളെല്ലാം ആഭരണം ഊരി മാറ്റുന്നു. അപ്പോഴത്തേക്കല്ല, എന്നേക്കുമായി ഊരി മാറ്റുന്നു. ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണം പോലെ ബൈബിളിലുണ്ടോ? അതിൽ എൻ്റെ ഒരു ചിന്ത, അധികവും സ്വർണവും പിന്നെ മുത്തൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ തലയിൽ വെക്കും? കുറേ നാളായിട്ട് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒരിക്കലും സംസാരിക്കാറില്ല ഇന്ന് വരെയുള്ള നമ്മുടെ. അപ്പോൾ ഈ സത്യം പറയട്ടെ ഓപ്പൺ ടോക്കിൽ ആദ്യത്തേത് ഏതാണ്? ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക്, അതായത് ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു പുതിയ ഒരു പരമ്പരയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പോവുകയാണ്. വീക്കിലി എപ്പിസോഡ്സ് ആയിരിക്കും. അതെ, എല്ലാ ആഴ്ചയിലും ഈ ഒരു എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ സാധാരണ പുറത്ത് പലരും പറയാനായിട്ട് മടിക്കുന്ന ചില സബ്ജക്റ്റുകൾ, ചില സംശയമുള്ള ചില കാര്യങ്ങൾ, പലരോടൊക്കെ പലയിടത്തും നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില സബ്ജക്റ്റുകൾ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു എന്താ പറയുക, വളരെ വിശേഷപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഞാനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങ് സംസാരിക്കാം. യെസ്, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇത്തരത്തിൽ കുറച്ച് എന്താ പറയുക, വിമർശനം ഉന്നയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില സബ്ജക്റ്റുകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡുകൾക്കെല്ലാം, ഈ പോഡ്കാസ്റ്റുകൾക്കെല്ലാം കൂടെ സത്യം പറയട്ടെ എന്നൊരു പേര് കൂടെ കൊടുത്താൽ പറഞ്ഞാൽ കുറേ നാളായിട്ട് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒരിക്കലും സംസാരിക്കാറില്ല ഇന്ന് വരെയുള്ള നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകളിലോ സ്റ്റേജുകളിലോ ഒന്നും നമ്മൾ സാധാരണ പറയാത്ത ഒരു കാര്യം, വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായി സംസാരിക്കാത്ത. ഈയിടെയായിട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് നൗ ടൈം ടു ടോക്ക്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ സത്യം പറഞ്ഞില്ലെങ്കിൽ ജനം സ്വതന്ത്രമാകില്ല. യോഹന്നാൻ 8 പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സോ നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയണം. ഇനി ഇതിങ്ങനെ തുറന്നു പറയുന്നത് ഏതെങ്കിലും ഒരു സഭയെ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും സമുദായത്തെ കുറ്റപ്പെടുത്താനോ ഉപദേശങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യാനോ ഒന്നുമല്ല. സത്യം ഏവരെയും സ്വതന്ത്രമാക്കും. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ദിസ് ഇസ് നോട്ട് എ ക്രിറ്റിസിസം എപ്പിസോഡ്. നമ്മളൊരിക്കലും ക്രിറ്റിക്സ് അല്ല. ക്രിറ്റിസിസം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ക്രിയേറ്റീവായ ക്രിറ്റിസിസം സ്വാഗതാർഹമാണ്, കാരണം നമുക്ക് തിരുത്താൻ കഴിയും. അതല്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു പോളിസി, എല്ലാ സഭകളെയും നമ്മൾ ആദരിക്കുന്നു. ഫ്രം കാത്തലിക്സ് ടു പ്രൊട്ടസ്റ്റൻസ് ടു പെൻറ്റക്കോസ്റ്റൽസ് ടു ബ്രദറൻ ടു വാടവർ, നോൺ ഡിനോമിനേഷണൽ വാടവർ, എല്ലാ സഭകളെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം, അതിലെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയും വേണം. ആ സമയത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകാം. യേശു സംസാരിച്ചപ്പോഴും വന്നില്ലേ, അതുണ്ടാകും. അതിൻ്റെ അർത്ഥം ആരെങ്കിലുമൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെന്നോ സ്നേഹിക്കുന്നില്ലെന്നോ ഒന്നുമല്ല. സത്യത്തിൽ അതിൻ്റെതായ പവറുണ്ട്. ആ രീതിയിൽ ഇതിനെ കാണണമെന്ന് ഒരു മുൻകൂർ ജാമ്യമായിട്ടും ഡിസ്ക്ലെയിമറായിട്ടും ഒക്കെ പറയുകയാണ്. ഇതൊരിക്കലും ആരെയും കുറ്റപ്പെടുത്താനല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട് ഡിസഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഉണ്ടാക്കുന്ന ഉപദേശപരമായതും അല്ലാത്തതുമായ ഒത്തിരി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ സത്യം പറയട്ടെ ഓപ്പൺ ടോക്കിൽ ആദ്യത്തേത് ഏതാണ്? അതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നത്. ഷുഡ് ബിലീവേഴ്സ് അവോയ്ഡ് ഓർണമെൻറ്റ്സ്? വിശ്വാസികൾ ആഭരണം വർജിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് പറഞ്ഞു കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസികൾ ആഭരണം, സ്വർണം, മുത്ത്, ഇതെൻ്റെ കയ്യിൽ മുത്തുമാലയുണ്ട്, സ്വർണം പോലെയുള്ളതുണ്ട്, ഇതെല്ലാം വിശ്വാസികൾക്ക് ഉപയോഗിക്കാമോ? ആണാകട്ടെ പെണ്ണാകട്ടെ, ദൈവമക്കൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിന് കാരണം 84 ഞാൻ വിശ്വാസത്തിൽ വരുന്നു. ബ്രദർ DGS ദിനകരണങ്ങളുടെ എല്ലാവർക്കും അറിയാം, ജീസസ് കോൾസിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത്
അവരൊക്കെ ഓർണമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ചെന്ന ചർച്ചിൽ വളരെ ശക്തമായി പഠിപ്പിച്ചു, ഇത് ഇടുന്നത് വചനവിരുദ്ധമാണ്. പ്രത്യേകിച്ച് സ്നാനമൊക്കെ വരുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ സ്ത്രീകളെല്ലാം ആഭരണം ഊരി മാറ്റുന്നു. അപ്പോഴത്തേക്കല്ല, എന്നേക്കുമായി ഊരി മാറ്റുന്നു. പുരുഷന്മാരെ കൊണ്ട് ഷേവ് ചെയ്യിപ്പിക്കും. പക്ഷെ ഞാൻ സ്നാനപ്പെട്ട സമയത്ത് എനിക്ക് ഷേവ് ചെയ്യേണ്ടി വന്നില്ല. മീശ മുളച്ചിട്ടുണ്ടായിരുന്നില്ല. മീശ എടുപ്പിക്കാന്നുണ്ട്. പക്ഷേ എനിക്ക് എടുക്കേണ്ടി വന്നില്ല. പക്ഷെ അതിന് ശേഷം എന്നെ കൊണ്ട് എടുപ്പിച്ചു. അതിന് ശേഷം കുറേ പേര് സ്നാനപ്പെടാൻ വന്നപ്പോൾ ഒരു ഞായറാഴ്ച എൻ്റെ പാസ്റ്റർ ഷേവിങ് സെറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഡാമിൽ പോയി ഷേവ് ചെയ്തിട്ട് പോവാ, കാരണം ഇപ്പോൾ പലരും മീശ എടുത്തു. അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ വറക്കാൻ തോന്നി. ഞാൻ ഇതുവരെ ഷേവിങ് സെറ്റ് ബ്ലേഡൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഇന്ന് എനിക്കൊരു ഒത്തിരി സമയം എന്താ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചെയ്തോളാം, ഇന്ന് എന്നെ വെറുതെ വിടാൻ പറഞ്ഞു. പാസ്റ്റർ ദയ തോന്നി എന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത് കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങളാണിത്. സ്നാനപ്പെടുന്ന സമയത്ത് സ്ത്രീകൾ എല്ലാ ആഭരണങ്ങളും ഊരി മാറ്റണം. അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ക്ലീൻ ഷേവ് ആയിരിക്കണം. കൂടാതെ അതിന് ശേഷമെങ്കിലും വെള്ളവസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ മാക്സിമം വെള്ളവസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മേക്കപ്പ് പാടില്ല, വെഡ്ഡിങ് റിങ് പോലും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഓഫ് കോഴ്സ്. എങ്കിലും ഇപ്പോഴും പലരും ബുദ്ധിമുട്ടുന്നൊരു ഏരിയയാണ്. അതെ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചോദ്യം പാസ്റ്റർ ഡാമിനോട് ചോദിക്കാനുണ്ട്. ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ പല ചർച്ചസും, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ചേർച്ചസ് എന്ന പേരിൽ ഓമനപ്പേരിട്ട് വിളിക്കുന്ന നമ്മുടേതുപോലുള്ള ചേർച്ചസിലൊക്കെ ഉള്ള ആളുകൾക്ക് ഓർണമെൻറ്റ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ചില ചേർച്ചസിലുള്ള ആളുകൾ ചിന്തിക്കും, ഇതൊരു കോംപ്രമൈസ് അല്ലേ എന്ന് ചിന്തിക്കും. അതായത് ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിൽ പറഞ്ഞ ഒരു പൊത്തുപൊരുത്ത വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ ഒരു വിഭാഗത്തിലുള്ള ചേർച്ചസിന് അതൊരു ഇറ്റ്സ് എ നോർമൽ തിങ്. അവരെ സംബന്ധിച്ചുള്ള ഒരു സാധാരണ ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ പല ചേർച്ചസിലും പല പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആഭരണം ധരിക്കുന്നത് പാപമാണോ? എന്തു പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ നേരത്തെയും പറഞ്ഞു, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം വിശ്വാസികൾക്ക് ആഭരണം ധരിക്കാമോ? കർത്താവ് ശിക്ഷിക്കുമോ? അപ്പം ഞാൻ അതിൻ്റെ വചനത്തിൽ കൂടെ തന്നെ നമ്മളൊന്ന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു മുമ്പ് ഞാൻ ചോദിക്കുക, ക്ഷമ സിസ്റ്ററോട് ചോദിക്കുക, നോക്കട്ടെ. അപ്പുറത്തും കാതിൽ ചെറുതായിട്ടുണ്ട്, കഴുത്തിലുണ്ട്, വെഡ്ഡിങ് റിങ് ഉണ്ട്. നമ്മൾ കല്യാണം കഴിച്ച സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. വെഡ്ഡിങ് റിങ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്ഥാപകൻ പാസ്റ്റർ വി എ തമ്പിയാണ് ഞങ്ങൾ വിവാഹം നടത്തുന്നത്. ആ സമയത്ത് വെഡ്ഡിങ് റിങ് ഇല്ലായിരുന്നു, ക്ഷമ സിസ്റ്റർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്, അതെ, ഒരു സിറിയൻ കാത്തലിക് ചേർച്ചിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എന്നാൽ എൻ്റെ ഒരു ഹൈസ്കൂൾ, അതായത് എൻ്റെ ഒരു കൗമാര പ്രായത്തിലാണ് സത്യം അന്വേഷിക്കുകയായിരുന്നു എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബൈബിൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ആ സത്യം അനുസരിച്ചിട്ട് ഒരു പെൻഡക്കോസ്റ്റൽ ചേർച്ചിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കടന്നു പോകുന്നത്. അപ്പം നേരത്തെ പാസ്റ്റർ ഡാമിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റണം. ഞാനാണെങ്കിൽ എൻ്റെ ഫാദർ കൽക്കട്ടയിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആ ഒരു സ്റ്റൈലിലൊക്കെ ഉടുപ്പൊക്കെ ഇട്ട്, മനസ്സിലായോ, അങ്ങനെ നടന്നിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന ചേർച്ചിൻ്റെ ഒരു നിയമത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്നാനപ്പെടുമ്പോൾ ഓർണമെൻറ്റ്സ് മാറ്റണം. അതുകൂടാതെ അന്നുണ്ടായിരുന്ന, ഇന്ന് പല ആളുകളും അതിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിലും അന്നുണ്ടായിരുന്ന പാസ്റ്റേഴ്സിൻ്റെ ഒരു ടീച്ചിങ് അനുസരിച്ചിട്ട് ചുരിദാർ പോലുള്ള ഒന്നും ഇടാൻ പാടില്ല. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് സാൽവ, അതൊക്കെ ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണം പോലെ. അങ്ങനെ ബൈബിളിൽ അങ്ങനെ സാൽവ, അങ്ങനെ കറക്റ്റായിട്ട് സൽവാറിൻ്റെ വേർഡുണ്ട്. അപ്പോൾ അതൊക്കെ ധരിക്കുന്നതിനെ കുറിച്ചും തത്തി നടക്കുന്നു, ഹീൽസ് ഉള്ള ചെരുപ്പിടുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി മെസ്സേജുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടാണോ ആവശ്യമായിട്ടാണോ എന്നറിയില്ല, ചില കുറ്റബോധങ്ങളൊക്കെ നമ്മുടെ അകത്തോട്ട് രൂപപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ചെയ്ത് ചുരിദാറൊക്കെ എടുത്ത് മാറ്റി, എൻ്റെ മദറിൻ്റെ സാരീസ് ഒക്കെ എടുത്ത് അതൊക്കെ വെട്ടി തയ്ച്ച് ഫുൾ സ്കേർട്ടൊക്കെ അടിച്ച് വെറുതെ നടന്ന് റോട്ടിലൂടെ പോവുകയാണെങ്കിലും ശരി, കഴുത്തിലൊരു ഷോളൊക്കെ ഇട്ട്, ചർച്ചിൽ പോകുന്നതല്ല, റോട്ടിൽ കൂടെ പോവുകയാണെങ്കിലും ശരി, ഒരു ഷോളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രീതിയിലോട്ട് വന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു
പല ആളുകൾക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് അറിയില്ല, ഞാനൊരു പെൻഡക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്പിരിച്വലി വളർത്തപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. ചില ആളുകൾ ഇതെല്ലാം പറയുമ്പോൾ എന്നോട് പുതിയതായിട്ട് പറഞ്ഞു തരുന്ന പോലെ ചില ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട്, എനിക്കിതൊന്നും അറിയത്തില്ലായിരിക്കും എന്നോർത്ത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർത്തപ്പെട്ടത് കൊണ്ട് അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അവിടെ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ ഞാൻ പോവുകയായിരുന്നു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർണമെൻറ്റ്സിനേക്കാളും മറ്റെന്തിനേക്കാളും വിലയേറിയത് എൻ്റെ കർത്താവായിരുന്നു. കർത്താവിൻ്റെ സ്നേഹമായിരുന്നു എനിക്ക് വലുത്. അപ്പോൾ അവിടെ ആ ഒരു ചെറുപ്പപ്രായത്തിൽ പോലും ഇതെല്ലാം വിട്ടുകളയാനായിട്ട് പൗലോസിനെ പോലെ ചപ്പെന്നും ചവറെന്നും ഒക്കെ എല്ലാം കളയാനായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തൊരു ക്വസ്റ്റ്യൻ പോലും ആ സമയത്ത് വന്നില്ല, ഇത് ഇടേണ്ടതാണോ ഇടാത്തതാണോ. ഈവൻ കോളേജിൽ പഠിക്കുന്ന പ്രായത്തിലാണെങ്കിലും ഒത്തിരി ആളുകളുടെ ഇടയിൽ പോകുമ്പോഴും അങ്ങനൊരു ചോദ്യം പോലും അകത്തില്ല. പക്ഷേ ഇതെല്ലാം മാറിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ വിവാഹം നടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു വിവാഹം. ഞങ്ങളുടെ വിവാഹ ഫോട്ടോസ് കണ്ടാൽ അത് മനസ്സിലാകും. ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതിനുശേഷം കുറേ നാൾ ഞാൻ ഓർണമെൻറ്റ്സ് ഇടാതെ ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ കൊച്ചിൻ സിറ്റിയിൽ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രവർത്തനങ്ങൾ വ്യാപകമാകാൻ തുടങ്ങുന്ന സമയത്താണ് പലയിടങ്ങളിലും പല വീടുകളിലൊക്കെ പാസ്റ്റർ ഡാമിയൻ അതിശക്തമായിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകൾ, ഈവൻ ഞാനും ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ടീച്ചിങ് ആ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഞാൻ കൂടെ അനുഭവിച്ചൊരു സംഭവം, പല വീടുകളിൽ ഹൗസ് വിസിറ്റിന് പോകുന്ന സമയത്ത് ക്ഷമ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ നെറ്റി ചുളിയും. ഇവിടെ നോക്കും, ഇവിടെ നോക്കും, കയ്യിലൊക്കെ നോക്കും. അപ്പം നിങ്ങൾ ഏത് കൂട്ടരാണ്, നിങ്ങൾ ഏത് സഭക്കാരാണ്, ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അന്നാണെങ്കിൽ ഭയങ്കരമായൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിട്ട് ഒരു ഉണർവ് നടക്കുകയാണ്. കുടുംബങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ആളുകൾ രക്ഷിക്കപ്പെട്ടു വരുന്നു. ചാർട്ടേഡ് ബസ്സുകളിൽ പല സ്ഥലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ക്രീം ഓഫ് ദ സൊസൈറ്റി എന്ന് പറയാവുന്ന പോലെ ഒരു ഭാഗത്ത് അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളിൽ നിന്നുള്ള ആളുകൾ വരുന്നു, അത് വേറൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വളരെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് എന്താണ് ബൈബിളെന്നോ എന്താണെന്ന് യേശുവെന്നോ ഇതിങ്ങനെ മാറ്റുന്നത് ഒന്നും അറിയാത്ത ജനം, ഇവരെല്ലാം കൂടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കാൻ തുടങ്ങി. പലരും ഈ ഒരു കാരണത്താൽ പിന്മാറും എന്നുള്ളൊരു രീതി വന്നപ്പോൾ ഞാനാണ് ഉത്തരവാദി. ഈ ഷമാ സിസ്റ്ററെ കൊണ്ടുപോയി 2 സ്റ്റഡ്സ് ഓർക്കുന്നുണ്ടോ വാങ്ങിച്ചിട്ടു. ആൻഡ് അതൊരു ഭൂകമ്പമായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതിഭയങ്കരമായൊരു വിപ്ലവം ഉണ്ടായി. ഉപേക്ഷിച്ചതിനെ തിരിച്ചിട്ടാൽ ശാപം. ഒത്തിരി പേര് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, പ്രസംഗങ്ങളുണ്ടായി, നേരെ പറഞ്ഞു, വ്യംഗ്യമായി പറഞ്ഞു. ഇങ്ങനൊരു ഫേസിലൂടെയാണ് പോയത്. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്തത്. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞ് എത്ര നാളിന് ശേഷമാണ് വിവാഹമോതിരം ഇട്ടത്? നമ്മൾ 10-15 വർഷത്തിന് ശേഷമാണ് വിവാഹമോതിരം. ഒരു ദൈവാസം വീട്ടിൽ വന്നപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. ഒരു ദൈവാസം വീട്ടിൽ വന്നപ്പോൾ നമ്മളത് മേടിച്ചു വെച്ചു, അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങളങ്ങ് ഇട്ടു. എന്നാൽ എന്നെ സംബന്ധിച്ചുള്ള പേഴ്സണൽ ഞാൻ വാച്ച് കെട്ടാറില്ല, ഞാൻ മാല ഇടാറില്ല. ഒരു ദിവസം ഈ ഷമാ സിസ്റ്റർ എനിക്കൊരു മാല മേടിച്ചിട്ടു, ഇന്നുവരെ ഇട്ടിട്ടില്ല. എനിക്ക് ബെൽറ്റ് കഴിവതും ഒഴിവാക്കും, ആവശ്യമുണ്ടെങ്കിൽ അതുപോലൊരു ഫോർമലായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ മാത്രമേ ഇടുള്ളൂ. ടൈ കെട്ടാറില്ല. എനിക്ക് ഈ ബോണ്ടേജ് ഒന്നും ഇഷ്ടമല്ല, ഇറുകി പറ്റിപ്പിടിക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതും ദിവസത്തിൽ 24 മണിക്കൂർ ഞാൻ ഇടാറില്ല. പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം ഇതുപോലുള്ള സാഹചര്യങ്ങൾ മാത്രമേ എനിക്കിത് ഇഷ്ടമേ അല്ല. പക്ഷേ എൻ്റെ ഒരു പോളിസി ഞാൻ പറയാം, വചനത്തിലേക്ക് നമ്മൾ കടക്കും. പൗലോസിൻ്റെ ഒരു പോളിസിയാണ് എൻ്റെ പോളിസി. പൗലോസ് പറയുന്നത്, ബർബരന്മാരെ നേടാൻ ഞാൻ അവർക്ക് വേണ്ടി ബർബരന്മാരെ പോലെയായി, യഹൂദന്മാരെ നേടാൻ ഞാൻ അവർക്ക് വേണ്ടി യഹൂദന്മാരെ പോലെയായി, യവനന്മാരെ എന്ന് വെച്ചാൽ ഗ്രീക്കുകാരെ നേടാൻ ഞാൻ അവർക്ക് വേണ്ടി അവരെ പോലെയായി. അതിൻ്റെ അർത്ഥം പാപം ചെയ്യണമെന്നൊന്നുമല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. എങ്ങനെയെങ്കിലും ദ സോൾ പർപ്പസ് ഈസ് സോൾ വിന്നിങ്. ആത്മാക്കളെ നേടാൻ വേണ്ടി ചെയ്തെന്ന് അവിടെ പറയുന്നത്. സോ ഇതെന്നെ ഭയങ്കരമായി സ്പർശിച്ചു. ഈ എൻ്റെ 1-2 അനുഭവം കൂടി പറഞ്ഞോട്ടെ. ഷമാ സിസ്റ്റർ പറഞ്ഞ പോലെ ഞാനും കാത്തലിക് ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്.
ഒന്നും അറിയില്ല, ബൈബിൾ അറിയില്ല, ഒന്നും അറിയില്ല. പിന്നീട് ബൈബിൾ കിട്ടി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബ്രദർ DGS ദിനകരൻ്റെ മീറ്റിങ്ങിൽ 84 രക്ഷിക്കപ്പെടുന്നു. പക്ഷേ ഞാൻ അതിനുശേഷം ചെന്ന് സ്നാനപ്പെടുന്നതെല്ലാം ഒരു കൊച്ചു കൂട്ടായ്മയിലാണ്. അവിടെ ശക്തമായി ആഭരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. അതിശക്തമായി പാസ്റ്റർ പ്രസംഗിക്കും, എല്ലാവരെ കൊണ്ടും മാറ്റിക്കും. പക്ഷേ എനിക്ക് മാറ്റാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ സിസ്റ്റേഴ്സ് സ്നാനപ്പെട്ടപ്പോൾ 2 പേരുടെയും എല്ലാ ഓർണമെൻറ്റ്സും എടുത്ത് മാറ്റി. എന്നിട്ടാണ്, മാത്രമല്ല ചുരിദാർ ഈ പറഞ്ഞ പോലെ അവരെ കൊണ്ട് മാറ്റിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയത്. എന്നാൽ എനിക്ക് കർത്താവിൻ്റെ ഒരു വലിയ വിളിയുണ്ടായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അതിനുവേണ്ടി സമർപ്പിച്ച് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെ വെല്ലുവിളികൾ വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് 90കളിലെ കാര്യമാണ്. ആ സമയത്ത് ഞാൻ ഭയങ്കരമായ വചനം പഠിക്കാൻ തുടങ്ങി, മറ്റുള്ളവരോട് ചോദിക്കാൻ. കാരണം ഞാനൊരു സഭ നടത്താൻ പോവുക. പലതും നമ്മൾ കാണുന്നു, എത്രയോ തരത്തിലുള്ള ഡിനോമിനേഷനുകൾ ഇവിടെ ഉണ്ട്. എത്ര ക്രിസ്തീയ സഭകൾ എന്തെല്ലാം നിറത്തിൽ, എന്തെല്ലാം തരത്തിൽ. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാനിതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യും. എന്തായിരിക്കും ഞാൻ പഠിപ്പിക്കുന്ന ഉപദേശം? അത് വചനത്തിലുള്ളതായിരിക്കണം, എന്നാൽ അത് ലോകവ്യാപകമായി എങ്ങനെയാണ് ജനം കൈകാര്യം, ഇത് പഠിക്കണം. ഇതിനു വേണ്ടി ഞാൻ ഇവിടുന്ന് യാത്രയായി. എങ്ങോട്ട്? ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളെ കാണാൻ, നോർത്ത് ഇന്ത്യയിലെ ആളുകളെ കാണാനൊക്കെ ആയിട്ട്. അവിടെ വെച്ച് പലരെയും, ഞാൻ താമസിച്ച ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ക്യാമ്പിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ ക്യാമ്പിൽ, ഒരു ടെൻറ്റ് പോലെയൊക്കെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനകത്ത് എന്നോടൊപ്പം താമസിച്ച ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹം ഒരു ബുക്ക് തന്നെ എനിക്ക് തന്നു, ഇതിനെക്കുറിച്ചുള്ള ബൈബിൾ പേഴ്സ്പെക്റ്റീവ് എന്താണ്, ഓർണമെൻറ്റ്സിനെ കുറിച്ച്. അതൊരു ഭയങ്കര, പലരെയും ഞാൻ പലരോട് സംസാരിച്ചു, ഇൻ്റർവ്യൂ ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. അവസാനം എനിക്ക് മനസ്സിലായി, ക്രിസ്ത്യൻ പ്രാക്ടീസസ് fall into 2 categories: commandments, culture. രണ്ടെണ്ണം. കൽപ്പനയുണ്ട്, പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ. ക്രിസ്തീയ സഭകളിൽ ഇന്ന് നടക്കുന്ന എല്ലാ പ്രാക്ടീസുകളും നമുക്ക് 2ആക്കി തിരിക്കാം. ഒന്ന് ദൈവകൽപ്പന, ആർക്കും മാറ്റാൻ സാധ്യമല്ല. 2 കൾച്ചറൽ, ട്രഡീഷണൽ. ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട് എല്ലാ സഭകൾക്കും. ഈ പാരമ്പര്യം എവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. കഴിവതും പത്രോസിലോ അല്ലെങ്കിൽ ആദ്യകാലത്ത് ആരെങ്കിലും എത്തിക്കാൻ പറ്റുമോ ആ പാരമ്പര്യം പിടിച്ചാണ് പല സഭകളും അത് പിന്തുടരാൻ നൂറ്റാണ്ടുകൾ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴും ഞാൻ പറയുന്നു, നല്ല പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അൺസ്ക്രിപ്ചറൽ, എന്താ പ്രശ്നം? അപ്പോൾ ഇതെല്ലാം കൂടി പഠിച്ച അവസാനം എനിക്ക് മനസ്സിലായി, ഈ കാര്യം വചനത്തിൽ പല സ്ഥലങ്ങളിൽ ആഭരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആഭരണം എടുത്തു മാറ്റുവാൻ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങളുണ്ട്. ചിലത് കൺഫ്യൂസിങ്ങുമാണ്. നമ്മൾ ചിന്തിച്ചു ഇത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ പശ്ചാത്തലമെടുത്ത് ശരിയായ രീതിയിൽ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് മനസ്സിലായി. എനിക്കത് ക്ലിയറായി. അതുകൊണ്ട് 94 ഞാൻ ആദ്യമായി 3 പേർക്ക് സ്നാനം കൊടുക്കുന്നു. ഒരു പുരുഷൻ, 2 സ്ത്രീകൾ. ആ 2 സ്ത്രീകളും ആഭരണം ഇട്ട് സ്നാനപ്പെട്ടു. ഈ സ്നാന ശുശ്രൂഷ നടക്കുന്നതോടുകൂടെ വലിയ വിപ്ലവം വീണ്ടും ഉണ്ടായി. ഭയങ്കരമായ വിമർശനങ്ങളുണ്ടായി. ദൈവ വഴി വിട്ടുപോകുന്നു, ഉപദേശത്തിൽ കലർപ്പുണ്ടാക്കുന്നു. അതിഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ബൈബിൾ സ്കൂളിലും പഠിച്ചിട്ടില്ല, ഐ ആം നോട്ട് ക്വാളിഫൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ അഭിമുഖീകരിച്ച് മുന്നിലേക്ക് പോയി. ഏതായാലും അങ്ങനെ പിടിച്ചു നിന്നു. സഭ വളരാൻ തുടങ്ങി. ഇന്ന് ലോകവ്യാപകമായൊരു ശുശ്രൂഷയിലെത്തി. പക്ഷെ അപ്പോഴും പലർക്കും ഇപ്പോഴും സംശയം ഉണ്ടാകും, ഇത് ശരിക്കും വചനത്തിൽ ഇങ്ങനെ ഇല്ലേ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒന്നും തോന്നരുത് ഷമ സിസ്റ്റർക്ക്. ഷമ സിസ്റ്റർ ഈ TV പ്രോഗ്രാമൊക്കെ തുടങ്ങിയ സമയത്ത് ഷമ സിസ്റ്റർ ഏതെങ്കിലും ഒരു TV വരും. വന്നു കഴിഞ്ഞ് എനിക്ക് കുറേ ലെറ്റേഴ്സ് കിട്ടും. അതിൽ നിങ്ങളുടെ ഭാര്യയെ വചനം പഠിപ്പിക്കണം, ആഭരണം ഇട്ടുകൊണ്ട് ഇത് അമാതൃകയായി ഒത്തിരി പേരെ വഴിതെറ്റിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ മാന്യമായത്. അതിനിടയ്ക്ക് വളരെ മോശമായ ലെറ്ററുകൾ ലഭിച്ചു. ഒരു പോസ്റ്റ് കാർഡ് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ പോസ്റ്റ് കാർഡിൽ എവിടെ നിന്നും പണ്ട് നമുക്കൊരു മാഗസിനൊക്കെ ഉണ്ടായിരുന്നു, റിവൈവൽ മാസ്റ്റർ
ഓർക്കുന്നുണ്ട്. അതിൽ ഷമാ സിസ്റ്ററിൻ്റെ ഫോട്ടോ വെട്ടി അതിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ മുഖത്തെല്ലാം വരച്ച് വിരൂപമാക്കി എനിക്ക് അയച്ചു തന്നിരിക്കുക. പോസ്റ്റ്മാൻ അത് കണ്ടു കാണും, കാരണം പോസ്റ്റ് കാർഡാണ്. ഷമാ സിസ്റ്റർ ഇന്നുവരെ അത് കണ്ടിട്ടില്ല. ഞാൻ അതുപോലെ തന്നെ കീറി ചവറ്റുകൊട്ടയിലിട്ടു. സാധാരണ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സെലിബ്രിറ്റീസ് ആയിരിക്കും. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള വലിയ ക്രൂശീകരണങ്ങളിലൂടെയൊക്കെ ഒരു കാലത്ത് നമ്മൾ പോകേണ്ടി വന്നു. ഞാൻ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, 30 വർഷത്തിന് മുമ്പ് 25 വർഷത്തിന് മുമ്പ് ഒക്കെയുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. യുവതലമുറയിൽ ഇത് മനസ്സിലാക്കി, മാത്രമല്ല പ്രെജുഡിസ്ഡ് അല്ലാതെ വചനം പഠിക്കാൻ ഇന്ന് ജനം തയ്യാറാണ്. ഒരുപക്ഷെ പല തലമുറകളായി നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുന്നൊരു കാര്യം വചനത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലർക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുവിശേഷം പറഞ്ഞാൽ പോലും പറയാം, നമ്മുടെ അപ്പനമ്മമാരായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെയായിരുന്നു, ഇനി അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഒരു പരിപാടിയും എന്നോട് പറയരുത്. അതെ, ഒത്തിരി പേരും സുവിശേഷം പറയുമ്പോൾ ഈ പാരമ്പര്യത്തിൽ തന്നെ ഞാൻ ആ പാരമ്പര്യം അങ്ങ് തുടർന്ന് പോവുക. ഞാനൊരു കഥ പറഞ്ഞോട്ടെ. പണ്ട് ഒരു വൈദ്യർ, അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഒരു കഷായം ഉണ്ടാക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ വൈദ്യർ കഷായം ഉണ്ടാക്കുമ്പോൾ ഇലകൾ അതും ഇതൊക്കെ ഇട്ട് ഒത്തിരി സമയം എടുക്കുമല്ലോ. ഈ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഭയങ്കര അധ്വാനമുള്ള ഒരു ആയുർവേദിക്ക് ഒരു സാധനം ഉണ്ടാക്കണം. അദ്ദേഹത്തിന് ഒരു കറുത്ത പൂച്ച ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൂച്ച വന്ന് ചാടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്ന സമയത്ത് ഈ വൈദ്യർ ചെയ്യുന്നത് ഒരു കൊട്ടയെടുത്തിട്ട് പൂച്ചയെ അവിടെ മൂടിയിടും. അപ്പോൾ അദ്ദേഹത്തിന് 3 ആൺപിള്ളേരുണ്ട്. വൈദ്യർ വർഷങ്ങളായിട്ട് ഇതുണ്ടാക്കി എപ്പോൾ ഈ കഷായം ഉണ്ടാക്കുമ്പോൾ ഈ പൂച്ചയെ എന്ത് ചെയ്യും, കറുത്ത പൂച്ചയെ കൊട്ടയ്ക്കകത്ത് അടിയിൽ മൂടിയിടും ശല്യം ഉണ്ടാക്കാൻ. ഇത് കണ്ടാണ് ഈ പിള്ളേർ വളരുന്നത്. ഒരു ദിവസം വൈദ്യര് മരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ കൈപുണ്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈമുതലായ ഇതിൻ്റെ കൂട്ട്, ഇതുണ്ടാക്കാനുള്ള കൂട്ടൊക്കെ ഡെത്ത് ബെഡിൽ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അപ്പം മരിച്ച് ജീവിക്കണം അല്ലേ, വൈദ്യുതി മരിച്ചു, ഇനി കഷായം ഉണ്ടാക്കണ്ടേ. എല്ലാവരും കൂടി എല്ലാ സാധനങ്ങളും വേര് മറ്റതെല്ലാം വെച്ചു, കലമൊക്കെ വെച്ച് തിളപ്പിച്ചു. പക്ഷേ ഒരാൾ ചോദിച്ചു, പൂച്ച എവിടെ? പൂച്ചയെ മൂടണ്ടേ? പൂച്ചയെ മൂടാതെ നമ്മുടെ അച്ഛനെ എപ്പോൾ ഇത് ചെയ്യുമ്പോഴും ഒരു കറുത്ത പൂച്ചയെ മൂടും. പക്ഷേ ഈ ഇവർ ഓടി നടന്ന് നാട്ടിൽ എവിടെ നിന്നും ഒരു പൂച്ചയെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്ത് പൂച്ചയെ അതിൻ്റെ അടിയിലിട്ട് കൊട്ട കൊണ്ട് മൂടിയ ശേഷമാണ് ചെയ്തത്. ഇപ്പം എന്തിനാ ഇത് ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. അച്ഛൻ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യണം. അവരുടെ പിള്ളേരും ചെയ്തു കാണും. ഈ കഷായം ശരിയായ കൂട്ടിൽ റെഡിയാകണമെങ്കിൽ ഒരു പക്ഷേ അവർ വിശ്വസിക്കുന്നത് എന്താണ്, കറുത്ത പൂച്ചയെ മൂടണം. ഇതുപോലുള്ള പലതും നമ്മുടെ പാരമ്പര്യത്തിലില്ലേ, വചനത്തിലുണ്ടോ എന്ന് നമുക്ക് സമയമില്ല. ബൈബിൾ പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ നിമിത്തം അതിൻ്റെ നേതാക്കന്മാരെടുത്ത തീരുമാനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കാലഘട്ടത്തിനനുസരിച്ച് ആയിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാവരോടും കൂടി ഞാൻ പറയാം, ആഭരണം ഊരുന്നതിന് ഞാൻ എതിരല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇത് കാണുന്ന പലരും, ഒരുപക്ഷെ ഓർണമെൻറ്റ്സ് ഒഴിവാക്കിയ പലരും, അങ്ങനെയുള്ള സഭാവിഭാഗങ്ങളുള്ളവർ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. ഞാൻ ഒരിക്കലും ഇന്ന് വരെ ആരോടും ആഭരണം ഊരാനോ ഇടാനോ ഞാൻ പറയാറില്ല. നോ, ദാറ്റ് ഈസ് അപ് ടു യു. അപ്പം അങ്ങനെ ദൈവം സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വചനത്തിൽ നിന്ന് കൺവിക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ദാറ്റ്സ് യുവർ പേഴ്സണൽ ഡിസിഷൻ, നോ പ്രോബ്ലം, യു ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ബ്ലെസ്സിങ് ടുഡേയുടെ നിലപാടെന്ന് പറയുന്നത്, ആഭരണം ഇട്ടവരെ ഊരിക്കാനോ ഇടാത്തവരെ ഇടിക്കാനോ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ സത്യം പറയട്ടെ, ദൈവവചന സത്യം എന്താണ് എന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ട്രഡീഷൻ അഥവാ കൽപ്പന, ഇത് രണ്ടുമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി സഭകളിലും ഓർണമെൻറ്റ്സ് അവർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് ബാൻ ചെയ്തിരിക്കുന്നത് ദൈവ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണോ അതോ ഒരു ട്രഡീഷൻ്റെ അടിസ്ഥാനത്തിലാണോ? അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള സമയത്ത് ദൈവവചനത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊന്ന് നമ്മൾ നോക്കണം. ചില വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞോട്ടെ, ചിലതൊക്കെ ഒന്ന് ഷമാ സിസ്റ്റർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാണ് ആഭരണ വർജനം അല്ലെങ്കിൽ ആഭരണങ്ങളെ നിരോധിക്കാൻ പല കാരണങ്ങളുണ്ട്. നമ്പർ 1, ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സം ബൈബിൾ പാസേജസ്.
ചില ബൈബിൾ വചനങ്ങളെടുത്ത് വായിക്കുമ്പോൾ അത് അക്ഷരീയമായി തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അവിടെ വാസ്തവത്തിൽ എഴുതിയ ആൾ എന്താണ് ഉദ്ദേശിച്ചത്, അപ്പസ്തോലൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ അതിൽ ചില വചനങ്ങൾ നമുക്ക് നോക്കാം. 1 തിമോത്തിയോസ് 2:9, 1 Timothy chapter 2 verse number 9. അതിൽ കാണുന്നത്, I also want the women to dress modestly with decency and propriety, adorning themselves not with elaborate hairstyles or gold or pearls or expensive clothes. ഈ ആഭരണം പാടില്ല എന്ന് ശഠിക്കുന്നവർ കയ്യിലെടുക്കുന്ന ഓരോ വചനവും മാക്സിമം നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് നോക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം, അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. യെസ്, ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? ലിറ്ററലി ഇതെല്ലാം ഒഴിവാക്കണോ? അവിടെ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, ഡ്രസ് മോഡസ്റ്റ്ലി. എങ്ങനെയാണ്? വിലയേറിയ വസ്ത്രം, യോഗ്യമായ വസ്ത്രം. സത്യമല്ലേ? എന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു ദൈവ പൈതൽ യോഗ്യമായി വസ്ത്രം ധരിക്കണം. അതൊന്നും. അടുത്തത് എന്താണ്? വിത്ത് ഡീസൻസി, അല്ലേ? വളരെ അന്തസ്സോടെ, അല്ലെ മാന്യമായി. ആൻഡ് പ്രൊപ്രൈറ്റി. അടുത്തത് അഡോണിങ് ദംസെൽസ് നോട്ട് വിത്ത് എലാബറേറ്റ് ഹെയർ സ്റ്റൈൽസ് ഓർ ഗോൾഡ് ഓർ പേൾസ് ഓർ എക്സ്പെൻസീവ് ക്ലോത്ത്സ്. ഒന്ന് വായിച്ചേ. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആ കൂട്ടങ്ങൾ കണ്ടോ? എന്തൊക്കെയൊന്നു പറഞ്ഞ്? പിന്നിയ തലമുടി, ഒന്ന് പിന്നിയ തലമുടി, പിന്നെ പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം. അപ്പം ഇതിൽ ഗോൾഡാണ് നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഗോൾഡ് ഒഴിവാക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തെല്ലാം ഒഴിവാക്കണം? ആ ലിസ്റ്റിലുള്ള എല്ലാം ഒഴിവാക്കണം. ഇത് ലിറ്ററലായിട്ട് എടുക്കുവാണെങ്കിൽ ഗോൾഡ് മാത്രമല്ല, ഹെയർ സ്റ്റൈൽ ഇല്ല, പിന്നിയ തലമുടി പാടില്ല, മുത്തുകൾ പാടില്ല, എക്സ്പെൻസീവ് ക്ലോത്ത്സ് പാടില്ല. ഇതെല്ലാം കൂടെ ഒഴിവാക്കണം. പക്ഷേ എന്താണ് വാസ്തവത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്? വളരെ ക്ലിയറായിട്ട് അവിടെ പറയുന്നൊരു കാര്യം, എൻ്റെ തീം ഇതാണ്: കമ്പയറിങ് ഔട്ട്വേർഡ് ബ്യൂട്ടി ടു ഇന്നർ ബ്യൂട്ടി. മനസ്സിലായി? പുറത്തുള്ള സൗന്ദര്യമുണ്ട്, അകത്തുള്ളൊരു സൗന്ദര്യമുണ്ട്. ഇത് തമ്മിൽ തുലനം ചെയ്യുന്ന ഒരു വചനമാണിത്. അപ്പോൾ പൗലോസ് പറയാണ്, ഈ പുറമേയുള്ള അലങ്കാരങ്ങളെക്കാൾ, ശ്രദ്ധിക്കണം, പുറമേയുള്ള അലങ്കാരങ്ങളെക്കാൾ അകത്തുള്ള അലങ്കാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം നിരത്തിയ കാര്യം. ഇതൊന്നുമല്ല മക്കളെ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അകത്തെ ബ്യൂട്ടിയാണ്. ഇനി ഇത് ഇപ്പോൾ സംഭവിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ ഗോൾഡ് മാത്രം എടുത്ത് മാറ്റുന്നു, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. വിലയേറിയ വസ്ത്രമൊക്കെ അവിടെ തന്നെയുണ്ട്. ഞാൻ ദേവദാസന്മാരുടെ കുട്ടികൾ ഉൾപ്പെടെ, ഭാര്യമാരുൾപ്പെടെ, മക്കളുൾപ്പെടെ എല്ലാവരും പിന്നിയ തലമുടി ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ വിലയേറിയ വസ്ത്രം. വിലയേറിയ വസ്ത്രത്തിൻ്റെ എത്രയാണ് സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ചില ആളുകൾക്ക് ചിലത് വിലയേറിയതായിരിക്കും, അവരുടെ സാമ്പത്തികമായി ഇതനുസരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചത് അത്രയും മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരെണ്ണം, 1 Peter chapter 3 verse 3 and 4. ഇനി പത്രോസ് പറയുന്നു. നോക്കി, ഇത് പൗലോസ് പറഞ്ഞ ഈ വചനങ്ങളാണ് സാധാരണ ന്യൂ ടെസ്റ്റമെൻറ്റിൽ കൂടുതൽ നമ്മളെടുത്ത് സംസാരിക്കുന്നത്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-4 അവിടെ പറയുന്നത്, യുവർ ബ്യൂട്ടി ഷുഡ് നോട്ട് കം ഫ്രം ഔട്ട്വേർഡ് അഡോൺമെൻറ്റ് സച്ച് ആസ് എലാബറേറ്റ് ഹെയർ സ്റ്റൈൽസ് and the wearing of gold jewelry or fine clothes. Rather, it should be that of your inner self, the unfading beauty of gentle and quiet spirit, which is of great worth in God's sight. 1 പത്രോസ് 3, 4, 5 വചനങ്ങൾ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ
തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. പത്രോസ് ഇത് സിമിലറാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു താരതമ്യം അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അകത്തെ ഇന്നർ ബ്യൂട്ടി, ഔട്ടർ ബ്യൂട്ടി, ഇന്നർ ബ്യൂട്ടി, ഇതിൻ്റെ കമ്പാരിസൺ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്ന സ്ട്രക്ചർ പല സ്ഥലങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ശിഷ്യന്മാരോട്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ അധ്വാനിപ്പിൻ, പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എൻ്റെ അർത്ഥം എന്താ? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ഇനി ആരും ജോലിക്ക് പോകരുത്, ഇനി പ്രവർത്തിക്കരുത്, അത് നശിച്ചു പോകില്ല. ആരും ജോലിക്ക് പോകരുത്, ആരും ഇനി ഭക്ഷണം കഴിക്കരുത്. ഇനി എന്ത് ചെയ്താൽ മതി? ദൈവപുത്രൻ തരുന്ന ബാക്കി പറ നിത്യജീവൻ്റെ ആ വചനമൊക്കെ വായിച്ചും ജീവിച്ചാൽ മതി, ഇനി ആരും ഭക്ഷണം കഴിക്കേണ്ട. അങ്ങനെയാണോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? അല്ല, ഒരിക്കലും അല്ല. സോ ആ ലാംഗ്വേജ് സ്ട്രക്ചറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ മക്കളെ, ഇതൊന്നുമല്ല എന്ന് വെച്ചാൽ ഇതിനൊന്നുമല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പകരം ഇതാണ് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാണ് ഈ രണ്ട് അപ്പോസ്തലന്മാരും പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ ഒരു സാധനം മാത്രം എടുത്ത് കയ്യിൽ പിടിച്ചു. ഇത് വർജിക്കണം, ഇത് വർജിച്ചാൽ മാത്രമേ സ്നാനപ്പെടാവൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഉണ്ടായ സംഭവം എന്നെ രക്ഷയിലേക്ക് നടത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ദേവദാസനെയാണ്, വെറുതെ ടീച്ചേഴ്സിനെ. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായിരുന്നു. കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ എൻ്റെ അറിവിൽ അദ്ദേഹം മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അടുത്തുള്ള കൊച്ചു സഭകളിൽ എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത്. അപ്പോൾ കർത്തൃമേശയുടെ പദ്ധതി ഞാൻ അദ്ദേഹത്തിൻ്റെ നേരിട്ട് കേട്ടതാണ്. കർത്തൃമേശയുടെ പാത്രം ലോർഡ് സപ്പർ ഇങ്ങനെ പോകുമ്പോൾ ദിനകരനങ്ങളിൽ കിട്ടും. അപ്പുറത്ത് സ്റ്റെല്ലാൻഡിയുടെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോകും. കാരണം ആൻറ്റി ചെറിയ എന്തോ ഒരു ഇതിട്ടിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരിലൂടെ ആ സഭകളിൽ ഒത്തിരി ആത്മാക്കൾ, ഇവർ ഓപ്പൺ എയർ മീറ്റിങ്ങിനൊക്കെ പോകും. ബാങ്ക് കഴിഞ്ഞാൽ കവലയിൽ അവിടെയൊക്കെ പോയി പ്രസംഗിക്കുക, ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുക. അതിശക്തമായ ദൈവം ഉപയോഗിക്കുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ പോയി വരുന്നു. ഹെവൻലി വിസിറ്റ്സ്, സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥലസഭ പാസ്റ്റർക്ക് പോലും ഇല്ലാത്ത ആത്മീയജ്ഞാനം, വെളിപ്പാട്, കർത്താനോട് നടക്കുന്നു, അഭിഷേകം, എല്ലാ കൃപാവരങ്ങളിലും ഇവരെ രണ്ടുപേരും അധ്വാനിക്കുന്നു. എന്നിട്ടും ഈ കർത്തൃമേശ അവർക്ക് കൊടുത്തില്ല. കാരണം സഭയുടെ നിയമം അതാ. ഇതിന് കാരണം എന്താണ് വാസ്തവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാത്തതുകൊണ്ട്. ഇനി അടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇനി പഴയ നിയമത്തിൽ നിന്ന് നോട്ടെ. ഇതാണ് ജെനസിസ് ചാപ്റ്റർ 35:2-4 എടുക്കുവാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നില്ല, നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് പോവാം. അതായത് പഴയ നിയമത്തിലെ ചില വചനങ്ങളും എടുത്ത് സംസാരിക്കാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇത് യാക്കോബിൻ്റെ കാര്യമാണ്. ജേക്കബ് ബറിഡ് ഇയർ റിങ്സ് അണ്ടർ ആൻ ഓക്ക് ട്രീ. ഒരു കരുവേലകത്തിൻ്റെ കീഴിൽ യാക്കോബ് കൊണ്ടുപോയി ആഭരണങ്ങൾ കുഴിച്ചിടുന്ന ഒരു രംഗമാണ്. അപ്പോൾ അവിടെ അതിൽ ജസ്റ്റ് ഒന്ന് വായിക്കാമോ? അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. ദെൻ സെക്കൻഡ് വേഴ്സ്, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോട് കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. ദെൻ നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുടുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരിവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ഈ വാക്യം ഇത് ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് സഭയിൽ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. ഒരു സ്നാന ശുശ്രൂഷ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടെങ്കിൽ പാസ്റ്റർ ഇതെടുത്ത് സംസാരിച്ചിരിക്കും. കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. പക്ഷേ ഇതുവരെ ആരും കുഴിച്ചിടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇത് ഊരിയിട്ട് ആരും ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്താണ് വാസ്തവത്തിലൂടെ നടക്കുന്നത് അവിടെ? എനിക്ക് ഭയങ്കര അത്ഭുതം. ഈ പാസ്റ്റർ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയുക. പല ആളുകളും ഓർണമെന്റ്സ് മാറ്റിയാലും ഈ പറഞ്ഞ പോലെ തന്നെ കുഴിച്ചിടത്തൊന്നുമില്ല. അവര് അത് വീണ്ടും വിറ്റ്
അവരുടെ ബാങ്കിലേക്ക് തന്നെ അവർ വെക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ മമ്മിയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മമ്മി അതിനകത്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഓർണമെൻറ്റ്സ് മാറ്റിയപ്പോൾ ആ ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം കൂടി ഒരു പാസിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിറ്റിട്ട് നിങ്ങൾ അവിടെ സ്ഥലം വാങ്ങുക, ആ ചേർച്ചിന് വേണ്ടി സ്ഥലം വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ളവർ ഉപയോഗിച്ചിരുന്ന ഓർണമെൻറ്റ്സ് വിറ്റിട്ട് അവിടെ ആ ദേശത്ത് ഒരു ചർച്ച് വരാനുള്ള സ്ഥലം വാങ്ങുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ഫാദറിൻ്റെ കയ്യിലാണ് അന്ന് ബേബി മമ്മി ഓർണമെൻറ്റ്സ് കൊണ്ട് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനത് ഓർക്കുകയായിരുന്നു. അപ്പം ഓർണമെൻറ്റ്സ് മാറ്റുമ്പോൾ ഓർണമെന്റ്സ് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് സ്നാനപ്പെടാൻ വേണ്ടി പാസ്റ്റർ സമ്മതിക്കില്ല. അല്ലാതെ അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കും, ലോക്കറിൽ വയ്ക്കാം, സ്വന്തം വീട്ടിൽ തന്നെ വയ്ക്കാം, ബാങ്കിലെ ലോക്കറിൽ വയ്ക്കാം, ചിലർ വിറ്റ് അത് വേറെ രീതിയിലേക്ക് മാറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പലരും ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ വരെ ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇയർ റിങ്സ് ഈ കാതിലോ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ഇടുന്നത് മാറ്റിയിട്ട് ഒരു ചെയിനാക്കി ഒരു വാച്ചിൻ്റെ ഇതാക്കി മാറ്റും. അതിന് പ്രശ്നം ഉണ്ടാവില്ല, കാരണം വാച്ചിൻ്റെ സ്ട്രാപ്പല്ലേ. വീണ്ടും ഞാൻ പറയുന്നു, ഒരു സഭയും കുറ്റപ്പെടുത്താനൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താണ് സത്യം എന്ന് കണ്ടുപിടി. ഇവിടുത്തെ ഇതിലേക്ക് തിരിച്ചു വരാം. ഇവിടെ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് ആദ്യം മാറ്റാനായിട്ട് തീരുമാനം എടുത്തല്ലോ. കൽപ്പന ഇതാണ്, ഗെറ്റ് റിഡ് ഓഫ് ദ ഫോറിൻ ഗോഡ്സ് യു ഹാവ് വിത്ത് യു. നിങ്ങളുടെ അന്യദേവന്മാരെ മാറ്റാനാണ് പറഞ്ഞത്. പക്ഷെ എന്താ മാറ്റിയത്? ഓർണമെൻറ്റ്സാണ് മാറ്റിയത്. അതിൻ്റെ അർത്ഥം അവരുടെ കാതിലിട്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന പലതിലും അക്കാലത്ത് ഏത് ദൈവങ്ങളെയാണോ സേവിക്കുന്നതിൻ്റെ രൂപങ്ങളുണ്ട്. ഇന്നും കാണാം ചിലരുടെയൊക്കെ ശരീരത്തിൽ ലോക്കറ്റിൽ അവിടെയൊക്കെ കാണാം. ഇതായിരുന്നു അവിടുത്തെ വിഷയം. സ്വർണ്ണമല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം അന്യ ദൈവങ്ങളുടെ രൂപങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കൊണ്ടുപോയി കാതിലെ കുണുക്കുകളും എല്ലാം കൊണ്ടുപോയി കുഴിച്ചിട്ടത്. അതല്ലാതെ ആഭരണം മാറ്റുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അന്യദൈവങ്ങളെ മാറ്റുക. ഇന്നും ഞാൻ പറയുന്നു, അന്യദൈവങ്ങളുടെ ഏതെങ്കിലും രൂപങ്ങളുള്ള ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തിനാ അത് കൊണ്ട് നടക്കുന്നത്? ദാവീദ് പറയുന്ന അന്യദൈവങ്ങളുടെ പേര് പോലും എൻ്റെ വാ കൊണ്ട് ഞാൻ പറയുന്നു. നല്ലതല്ലേ? അത് മാറ്റണമെന്ന് തന്നെ ഞാൻ പറയുന്നു. അങ്ങനെയുള്ളത് മാറ്റണം. അത് സ്വർണം തന്നെയാണോന്നില്ല. അത് മുത്താകാം, മരമാകാം, വേറെ ഏതെങ്കിലും ലോഹമാകാം, വെള്ളിയാകാം. അത് നമ്മൾ ചുവന്നുകൊണ്ട് നടക്കരുത് ഒരിക്കലും. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ വീടുകളിലോ ശരീരത്തിലോ അങ്ങനെയുള്ള രൂപങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായി. കാരണം ഇതിൻ്റെ വചനത്തിൻ്റെ ഇതുണ്ട്. അടുത്ത ഒരെണ്ണം നോക്കാം. എക്സോഡസ് 33:4-6. പുറപ്പാട് 33:4-5. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്നറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. എത്ര വരെ വായിച്ചു? 4 and 5. Then 6. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഹോരേബ് പർവ്വതം മുതൽ ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അതുകൊണ്ട് വേർപെട്ടവർ, ദൈവത്തിനായി സ്നാനപ്പെട്ടവർ, കാരണം ചങ്കടൽ കഴിഞ്ഞൊക്കെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്, അവരാരും ആഭരണം ധരിക്കാത്തത് കൊണ്ട് പുതിയ നിയമത്തിൽ നമ്മളും ആഭരണം ധരിക്കാൻ പാടില്ല. ഇതാണ് പറയുന്നത്. എന്താണ് ഇവിടുത്തെ സാഹചര്യം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്രായേൽ മക്കൾ 430 വർഷം ഈജിപ്തിൽ അഥവാ മിസ്രൈമിൽ അടിമകളായിരുന്നു. ശരിയല്ലേ? അപ്പോൾ അവർക്ക് ശരിയായ കൂലി കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് അല്ലേ, സാലറി, ഓവർ ടൈം നിന്നത്, ഗ്രാറ്റുവിറ്റി, ബോണസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, HRA, TA, എന്തെല്ലാം ഉണ്ടോ, ഡിവിഡൻഡ് എല്ലാം കൂടി ചേർത്ത് അന്ന് രാത്രി വലിയൊരു മിറക്കിൾ അവിടെ നടന്നു. എന്തായിരുന്നു ആ മിറക്കിൾ? പെസഹ രാത്രിയിൽ പിറ്റേ ദിവസം അവരവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് ഓരോരുത്തൻ അയൽക്കാരികളോട് സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിക്കാൻ പറയും. നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അന്ന് രാത്രിയിൽ അവിടെ നടന്നത് വലിയൊരു മിറക്കിളാണ്. വാട്ട് മിറക്കിൾ? വെൽത്ത് ട്രാൻസ്ഫർ. കറൻസി അല്ല മാറിയ, കറൻസി ഇല്ലെന്ന് മാറിയത് സ്വർണം, വെള്ളി, പ്രഷ്യസ് സ്റ്റോൺസ്, ജുവൽസ്, അതുപോലെ കോസ്റ്റ്ലി ഗാർമെൻറ്റ്സ്, ഇതെല്ലാം കൂടെ ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. അതൊരു മിറക്കിളാണ്. ഒരിക്കൽ പിശുക്കി അവർ ജോലിയെടുത്ത
കൂലി പോലും കൊടുക്കാത്ത വർഗം ഇവർക്ക് അന്ന് രാത്രിയിൽ എന്തു കൊടുത്തു? മിറക്കിൾ. അതെ, ഇന്നത്തേതിൽ പറഞ്ഞാൽ ഗോൾഡ് മിറക്കിൾ, സിൽവർ മിറക്കിൾ, ജുവൽ മിറക്കിൾ, കോസ്റ്റ്ലി ഗാർമെൻറ്റ്സ് മിറക്കിൾ അന്ന് രാത്രി കൊണ്ട് നടന്നു. ഇതുമായിട്ട് അവർ പോന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് കാര്യം അറിയാലോ, മോശെ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ പോയി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജനങ്ങളെ നടത്തുന്ന അഹരോൻ, അപ്പോഴാണ് അവർ പറയുന്നത് ഈ പുള്ളി പോയിട്ട് കാണുന്നില്ല, കുറേ നേരമായി, ദിവസങ്ങളായി കാണുന്നില്ല, ഇനി നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല, പുള്ളി ചിലപ്പോൾ അവിടെ ചത്ത് കിടക്കുമായിരിക്കും, അതുകൊണ്ട് നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഇവിടെ തന്നെ അവരെന്ത് ചെയ്തു? എല്ലാം കൂടി പറിച്ച് അഹരോൻ്റെ കയ്യിൽ കൊടുത്തു. സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി. ആ സമയത്താണ് മുഖം പ്രകാശിച്ച് ആളിറങ്ങി വരുന്നു, ദൈവപുരുഷൻ ഇറങ്ങി വരിക. 40 ദിവസം ദൈവത്തോടുള്ള സഹവാസം കഴിഞ്ഞ് മുഖത്ത് തേജസ്സുമായി ഇറങ്ങി വരുന്ന മോശെ എന്ന ദൈവപുരുഷൻ ഓരോ കയ്യിൽ കൽപ്പലകയിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഭയങ്കര ആർപ്പുവിളികൾ, കാളക്കുട്ടിയെ ആരാധിക്കുന്നു. ആ സമയത്ത് ദേഷ്യം കൊണ്ട് രണ്ടും പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഈ നിൽക്കുന്നത്. സാഹചര്യം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇത് ചെയ്തു. ഇവരെല്ലാം കൂടി എൻ്റെ നിന്ന് തീയിലിട്ടപ്പോൾ ഇതിങ്ങ് വന്നെന്ന് അദ്ദേഹം പറഞ്ഞു, തന്നെ അങ്ങ് വന്നെന്ന് പറഞ്ഞു. ഏതായാലും അവിടെ വെച്ച് ദേഷ്യം കൊണ്ട്, ദൈവം ക്രോധം കൊണ്ട് ജ്വലിച്ചു, മോശ ക്രോധം കൊണ്ട് ജ്വലിച്ചു. അപ്പോഴാണ് പറഞ്ഞത് എല്ലാം കൂടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്നിട്ട് ഒരു താൽക്കാലിക ദുഃഖാചരണം പോലെ, പ്രധാനപ്പെട്ടൊരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാചരണം അല്ലേ, 7 ദിവസം ദുഃഖാചരണം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ മുതൽ കാരണം ഞങ്ങൾക്കൊരു വലിയ തെറ്റുപറ്റി, ഞങ്ങളെ സൃഷ്ടിച്ച നടത്തിയ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ പോയതുകൊണ്ട് ഞങ്ങൾ പാപം ചെയ്തു. ആ അനുതാപത്തോടുകൂടി കുറേ നാൾ ധരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർ ധരിച്ചു. തെളിവാണോ? അതിനുശേഷം അവർ ധരിച്ചു. കുറേ നാൾ മാത്രം, എത്ര ദിവസമാണ് എത്ര ആഴ്ചയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ ആയുധമെല്ലാം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇതിന് ശേഷം സമാഗമന കൂടാരത്തിൻ്റെ പണിയെല്ലാം നടക്കുന്ന സമയത്ത് ഈ സ്വർണവും ഈ വെള്ളിയും ഈ കല്ലും എല്ലാം കൂടി കൊണ്ടുപോയി ഓഫറിംഗ് ആയിട്ട് കൊടുത്താണ് ഇതെല്ലാം നടത്തിയത്. അതല്ലാതെ അവർ കളഞ്ഞില്ല, അവർ കുഴിച്ചിട്ടില്ല, കടലിലെറിഞ്ഞില്ല. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി 1-2 കാര്യങ്ങളുടെ വളരെ ഫാസ്റ്റായിട്ട് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 22-ന്റെ 24, 25. സാധാരണ ഞാൻ കേട്ട് വളർന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 22-ന്റെ 24, 25. അവിടെ എന്താണ്, നിൻ്റെ സ്വർണം നീ പാറമേലെറിയുന്ന തോട്ടിലെറിയുന്നതൊക്കെ പറഞ്ഞൊരു വചനമുണ്ട്. കിട്ടിയോ? ജോബ് 22, 24, 25. Assign your nuggets to the dust, your gold of Ophir to the rocks in the ravines. വായിക്കാമോ? നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിൻ ഇടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവും ആയിരിക്കും. സ്നാന ശുശ്രൂഷ നടക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ ഈ വചനം എടുത്ത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആരാ പറഞ്ഞതെന്നറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട് എലീഫാസ്. എലീഫാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ. ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയ്യോബിനെ കുറ്റപ്പെടുത്തി, നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, പല പ്രാവശ്യം 42-ാം അധ്യായം 7-8 വചനങ്ങൾ വായിക്കുമ്പോൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം ദൈവം തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി എൻ്റെ ദാസനായി ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ ഗുണം പിടിക്കുള്ളൂ. എന്നിട്ട് കേട്ടോ, ഇത് എറിഞ്ഞു കളയുന്നല്ലേ പറഞ്ഞു. ക്ഷമാ സിസ്റ്ററെ കേൾക്ക്, ഈ അധ്യായം അവസാനിക്കും 42-ാം അധ്യായം ഇയ്യോബിൻ്റെ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എല്ലാം പോയല്ലോ, ബിസിനസ് പോയി, മക്കൾ പോയി, എല്ലാം പോയി. ദൈവനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു. അവൻ്റെ സ്നേഹിതന്മാർ, സഹോദരന്മാർ എല്ലാവരും തിരിച്ചു വന്നു. എന്നിട്ട് 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവരിലോരോരുത്തൻ അവനൊരു പൊന്മോതിരവും കേട്ടോ, വെള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 11-ന്റെ ലാസ്റ്റ്, ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ആഹാ, അതേ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഏതെങ്കിലും ഇപ്പോൾ 66 പുസ്തകമുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു വചനം എവിടെ നിന്നെങ്കിലും എടുത്തിട്ട്
അതിനെ ഞാനൊരു ഉപദേശമാക്കി മാറ്റാൻ പാടില്ല. യെസ്. നോ വേ. ഒന്ന് കോണ്ടെക്സ്റ്റ്, ഏത് സാഹചര്യത്തിലാണിത് സംഭവിച്ചത്, ആരോട് പറഞ്ഞു, അത് ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടോ? ഉദാഹരണത്തിന് സാത്താൻ പറഞ്ഞ വചനങ്ങൾ ഇതിനകത്തുണ്ട്. യെസ്. അതുപോലെ നമ്മൾ അനുസരിക്കുമോ? ദൈവജനത്തിലുള്ളതല്ലേ. ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കയറി ചാടുക. കർത്താവ് അനുസരിച്ചില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരും പള്ളിയുടെ മുകളിൽ കയറി ചാടുമോ? വചനത്തിലുള്ളതല്ലേ. നോ. ഇവിടെ നമുക്കൊന്ന് കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കണം, കോണ്ടെക്സ്റ്റ് നോക്കണം. ഈ ഏശയ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ അങ്ങ് 23 വരെയുള്ള ഭാഗത്ത് സിയോനിലെ സ്ത്രീകൾ അഹങ്കരിച്ച് നടക്കുന്നൊരു വലിയ പാസേജുണ്ട്. നേരത്തെ ഷമാ സിസ്റ്റർ എന്തൊരു സാൽവ എന്തൊക്കെ പറഞ്ഞില്ലേ, അതിവിടെയാണെന്ന് തോന്നുന്നു. അതെ, കുറേ ഉണ്ട്. ഈ ആഭരണങ്ങളുടെ ഒരു വലിയ വിവരണമുണ്ട്. ഇതാണ് അടുത്തൊരു പാസേജ്. സാധാരണ ആഭരണങ്ങൾ മാറ്റണമെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാസേജാണ്. അത് വായിക്കണ്ട, കാരണം അത്ര ഉണ്ട്. വലിയൊരു ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സാഹചര്യം പറയും എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. അങ്ങനെ ഒരു വന്ന സമയത്ത് അവരുടെ അവരുടെ ആത്മീയമെല്ലാം നശിച്ച് തകർന്ന് ഒരു വല്ലാത്ത ഷേപ്പിലേക്ക് ഇവർ പോകാൻ തുടങ്ങി. അവർ അഹങ്കരിക്കാൻ തുടങ്ങി. അത് ഇന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. അഹങ്കരിക്കാൻ വേണ്ടി ആഭരണങ്ങൾ ഉപയോഗിക്കരുത്. നോ, ദാറ്റ് ഈസ് റോങ്. ഡംഭിച്ച് നടക്കാൻ, നിഗളിച്ച് നടക്കാൻ, അതുപോലെ വശീകരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ മേക്കപ്പ് എല്ലാം ഇട്ട് നടക്കുന്നത് ഇന്നും തെറ്റാണ്, അന്നും തെറ്റാണ്, എന്നും തെറ്റാണ്. അതിൻ്റെ അർത്ഥം എക്കാലത്തും വിശ്വാസികൾ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നുള്ളൊരു സെൻസ് അതിലില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ അങ്ങനെ നടന്നപ്പോൾ അതിന് ശക്തമായതിനെതിരെ ഒരു പ്രവാചക ശബ്ദം ദൈവം എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അത് എക്കാലത്തും നമ്മൾ ഒഴിവാക്കേണ്ട സാധനം തന്നെയാണ്. ഇനി യെഹെസ്കേൽ 7:19 ഇതാണ് അടുത്തൊരു ക്ഷമ. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. They will throw their silver into the streets and their gold will be like refuse. Their silver and their gold will not be able to deliver them. അതൊന്ന് വായിക്കാമോ? യെഹെസ്കേൽ 7:19. 7:19. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞുകളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടിവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. ഈ വചനം ഷമ സിസ്റ്റർ കേട്ടിട്ടുണ്ടോ? എത്രയോ സമയങ്ങളിൽ സ്നാന ശുശ്രൂഷ സമയത്ത് ഇത് ഊരേണ്ട സാഹചര്യങ്ങൾ എടുത്ത് പ്രസംഗിക്കുന്ന ഒരു വചനമാണിത്. എന്താണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്? ഇത്രയേ ഉള്ളൂ. ജനം മുഴുവൻ ദൈവത്തിൽ നകലുന്നു, പാപത്തിൽ വീഴുന്നു, ദൈവം ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ വലിയ ക്രോധം നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. ഒരു വലിയ ഡിസ്ട്രക്ഷൻ, നാശം വരാൻ പോകും. എവിടെ? യെരൂശലേമിൽ വലിയ നാശം വരാൻ പോകും. എന്താ ഉദ്ദേശിച്ചത്? ബാബിലോണിയക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. ബാബിലോണിയർ വന്ന് കൊണ്ടുപോകാൻ പോവുക. ഇങ്ങനെയുള്ള ഭയങ്കരമായ ഒരു ശക്തമായ പ്രവചനത്തിൻ്റെ വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അന്ന് ക്രോധം വരുമ്പോൾ, ദൈവക്രോധം വരുമ്പോൾ നിങ്ങളുടെ പൊന്നിനോ വെള്ളിക്കോ നിങ്ങളെ വിടുവിക്കാൻ സാധ്യമല്ല. ഇതാണ് എൻ്റെ സാഹചര്യം. അതല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരും സ്വർണം മാറ്റുക, വെള്ളി മാറ്റുക എന്നല്ല എൻ്റെ അർത്ഥം. അവരോട് പറഞ്ഞ ദൂത്. ആരോട്? ഇസ്രായേലിനോട് പറഞ്ഞൊരു ദൂതാണ്. പക്ഷേ 1 പത്രോസ് 1:18-19 പത്രോസ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. വീണ്ടെടുക്കുവാൻ ഇതിനൊന്നും സാധ്യമല്ലെന്ന്. കാരണം അന്നത്തെ കാലത്ത് ഏതെങ്കിലും ഇപ്പോൾ കഴുത അല്ലെങ്കിൽ ഒരു മകൻ ഇതിനൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി വെള്ളി, സ്വർണം ഇതുകൊണ്ടുള്ള ഈക്വൽ എമൗണ്ട് കൊടുത്തിട്ട് ആണ് അവർ ഇത്ര റാത്തൽ കൊടുത്താണ് വീണ്ടെടുപ്പ്. വെള്ളി കൊണ്ട് വീണ്ടെടുപ്പൊക്കെ ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. അതിനുപോലും നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധ്യമല്ല. അത്രയ്ക്ക് വലിയ ദൈവക്രോധം നിങ്ങളുടെ മേൽ വരികയാണ്. അപ്പോൾ ഈ വചനങ്ങളൊക്കെയാണ് സാധാരണ എടുത്ത് ചെയ്യാറുള്ളത്. ഇനി പൊതുവേ ഈ ആത്മീയത
കൂടുതൽ വരുന്ന സമയത്ത് ഇതെല്ലാം ലൗകികതയുടെ ലക്ഷണമാണെന്നൊരു ടീച്ചിങ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അതായത് വെൽത്ത് ഡിസ്പ്ലേ, നമുക്ക് കാശ് കാണിക്കാൻ വേണ്ടി വലിയ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക, അതിൻ്റെ ചെയ്യുവാണെങ്കിൽ അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടിയുള്ളതല്ല ഇത്. അടുത്തൊരിതെന്ന് പറയുന്നത് 19-20 നൂറ്റാണ്ടുകളിൽ ഒരു ഹോളിനെസ് മൂവ്മെൻ്റ് ഉണ്ടായി. അറിയാലോ, 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലുമാണ് ഹോളിനെസ് മൂവ്മെൻറ്റുകളുണ്ടായത്. ആ സമയത്ത് ലളിത ജീവിതം, സിംപ്ലിസിറ്റി, ദെൻ ആൻറ്റൈ മെറ്റീരിയലിസം, ഭൗതികതയ്ക്കെതിരെയുള്ള, ഈ ലോകത്തിലെ ഒന്നും നമുക്ക് വേണ്ട, നമ്മുടെ നിത്യമായ നാട് സ്വർഗത്തിലാണ്, അതുകൊണ്ട് ഇവിടെ വളരെ ലളിത ജീവിതം ജീവിച്ചാൽ മതി, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്നൊരു ടീച്ചിങ് പ്രചരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഹോളിനെസ് മൂവ്മെൻറ്റ്സ് ആണ് അത് പറയുന്നത്. ആ ഹോളിനെസ് മൂവ്മെൻറ്റ് ഇന്ത്യയിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്നു. അപ്പം അതിൽ നോ ജ്വല്ലറി, നോ മേക്കപ്പ്, നോ ഫാഷനബിൾ ക്ലോത്തിങ്, ഇത് മൂന്നും അവർ ഭയങ്കരമായി അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പം ഇവിടെ ഉണ്ടായ കാര്യം ഞാൻ പറയാം. ഞാൻ ചരിത്രത്തിൽ വായിച്ചതാണ്. രാമൻകുട്ടി എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. അതിനു മുമ്പ് പറയാം, പണ്ഡിത രമാഭായി അറിയാലോ, മുക്തി മിഷൻ, അവിടെയാണ് ഒരു ഉണർവുണ്ടായത്. ഈ ഉണർവ് സ്പ്രെഡായി, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആ ഉണർവ് അതിഭയങ്കരമായി സ്പ്രെഡായി ഇത് ശ്രീലങ്ക വരെ എത്തി. അന്ന് ശ്രീലങ്കയല്ല, സിലോണാണ്. ഈ സിലോണിൽ ഉണർവ് വ്യാപരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ തൃശ്ശൂർ ജില്ലയിലുള്ളൊരു മനുഷ്യനാണ് രാമൻകുട്ടി. ഈ ചരിത്രത്തിലുള്ള അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ആഗ്രഹമുണ്ടായി തിരിച്ച് കേരളത്തിലേക്ക് വന്ന് സുവിശേഷം വിലയിടണം. അങ്ങനെ അദ്ദേഹവും ഭാര്യയും മക്കളും എല്ലാം കൂടെ തിരിച്ചിവിടെ വരിക, കേരളത്തിൽ വരിക. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഹോളിനെസ് മൂവ്മെൻ്റൊക്കെ ഭയങ്കര ഇത് നടക്കുന്ന സമയത്ത് എല്ലാ ആഭരണങ്ങളും ഊരി അത് വിറ്റ് ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുത്തു. അതിൻ്റെ പിന്നാലെ രക്ഷിക്കപ്പെട്ട് വന്നവരെല്ലാം ഈ മാതാവ് കാണിച്ച മാതൃക പ്രകാരം ഊരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഉടലെടുത്ത സഭയാണ് സിലോൺ പെൻറ്റക്കോസ്റ്റ് മിഷൻ. ആ കാലത്തത് CPM ആണ്. എൻ്റെ ചെറുപ്പകാലത്ത് CPM ആണ്. ഇടയ്ക്ക് വെച്ച് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശ്രീലങ്കയായിട്ടത് മാറിയല്ലോ. സിലോൺ ശ്രീലങ്കയായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ സമയത്ത് അതിനെ TPM ആക്കി. CPM TPM ആയി, ദ പെന്തക്കോസ്റ്റ് മിഷൻ. ഇന്ന് അങ്ങനെയാണ് എല്ലായിടത്തും ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇത് ഒരു കാരണമായി ചരിത്രം പറയുന്നു. രണ്ടാമത്തെ ഒരു കാരണം സാധു കൊച്ചുകുഞ്ഞുപദേശിയാണ്. സോ ഈ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് കാണും. ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു, ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ശോണിത്, പിന്നെ എന്താണ്, സാധു എന്നെ കൈവിടാതെ. ഇതൊക്കെ എഴുതിയ അദ്ദേഹവും ഇതുപോലെ ലളിത ജീവിതം പഠിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിലും ഇതെല്ലാം വർജിക്കാൻ തുടങ്ങി. സോ ഇങ്ങനെ ആ തലമുറയിൽ അവരെല്ലാം ഇതെല്ലാം മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ പിന്തലമുറക്കാർ അത് പിന്തുടർന്നെങ്കിലും എന്തിനു വേണ്ടി ഇത് ചെയ്തെന്നോ ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. കേട്ടിട്ടുണ്ടോ? ഈ കൃപാവരങ്ങൾ 9 നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷേ 27 C. പീറ്റർ വാഗ്നർ പറയുന്നത് കുറഞ്ഞത് 27 കൃപാവരങ്ങളെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് വോളണ്ടറി പോവേർട്ടി. എന്താന്ന് പറയുന്നത്? ദരിദ്രനായി തീരുക. ദൈവം ആരെയും ദരിദ്രനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ തീരുമാനിക്കുക, ദൈവത്തിന് വേണ്ടി ഞാൻ വളരെ ലളിത ജീവിതം ജീവിക്കും. എനിക്ക് സ്വന്തമായി ഒരു വീട് വേണ്ട, സ്വന്തമായി ഒരു വാഹനം വേണ്ട, സ്വന്തമായി എനിക്കൊന്നും ഈ ഭൂമിയിൽ വേണ്ട. എനിക്ക് കിട്ടുന്നതെല്ലാം ദൈവവിലയ്ക്ക് കൊടുക്കും. അതത് ദിവസം എന്നെ ദൈവം നടത്തും. പക്ഷികളെ നടത്തുന്നത് പോലെ, വയലിലെ താമരയെ അണിയിക്കുന്നത് പോലെ ദൈവം എന്നെ നടത്തിക്കോളും. ഇത് വോളണ്ടറി പോവർട്ടി എന്ന് തന്നെ പറയുന്നത്. സെലിബസി അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മചര്യം പോലെ, ഞാൻ വിവാഹം കഴിക്കാതെ. അപ്പോൾ നമ്മുടെ ബൈബിൾ അങ്ങനെ പൂർണ്ണമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഭാര്യയോട് കൂടെ ജീവിക്കാം. സാധു സുന്ദർ സിംഗ് കേട്ടിട്ടില്ലേ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, യേശു എന്നെ രക്ഷിച്ചു, പക്ഷേ എൻ്റെ അമ്മയാണ് എന്നെ ഒരു സന്യാസിയാക്കിയത്. കാരണം ചെറുപ്പത്തിലേ തന്നെ അമ്മ അവനോട് പറയുമായിരുന്നു, ഒരു സന്യാസിയാണ് സന്യാസം. ക്രൈസ്തവ സന്യാസിയാകാനല്ല, പക്ഷെ ക്രിസ്തുവിനെ
രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഒരു സന്യാസിയായി മാറി. അപ്പോൾ അദ്ദേഹത്തെ അറിയുന്ന ആധുനിക അപ്പസ്തോലൻ, ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ, ആൻഡ് ദി അപ്പോസ്റ്റൽ വിത്ത് ബ്ലീഡിങ് ഫീറ്റ് എന്ന് പറയും. കാരണം ചെരുപ്പ് പോലും ഇടില്ല, ഇങ്ങനെ നടന്ന് രക്തം ഒഴുകുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വചനത്തിലുണ്ടോ? നോ. യേശു ചെരുപ്പിട്ടിരുന്നു. യേശുവിന് അന്നത്തെ ഏറ്റവും വില പിടിച്ച ഡ്രസ്സാണ് യേശുവിനുണ്ടായിരുന്നത്. തെളിവുണ്ട്. ദാറ്റ് വാസ് എ സീംലെസ് ഗാർമെൻറ്റ് എഴുതിയിട്ടുണ്ട്. മേൽ തൊട്ടടിയോളം എങ്ങനെയാണ് പറഞ്ഞത്, വെട്ടിത്തയ്ക്കാതെ ഒറ്റയായിട്ട് നെയ്തുണ്ടാക്കിയ അന്നത്തെ കാലത്തെ ഡിസൈനർ ഡ്രസ്സാണത്. അതാണ് യേശു. അതുകൊണ്ടാണ് പടയാളികൾ അതിനു വേണ്ടി ചീട്ടിട്ട് ഇത് കീറരുത്, അല്ലാതെ ഒരാൾക്കിരിക്കട്ടെ, അതുകൊണ്ടാണ് ഇതിന് ലോട്ടിട്ടത്. ഞാൻ പറയാൻ വന്നത് ഹോളിനെസ് മൂവ്മെൻ്റാണ് ഇതിനെല്ലായിടങ്ങളിൽ കൊണ്ട്. അപ്പോഴും ആരും വചനത്തിലെന്താണെന്നുള്ള ബാലൻസ് ടീച്ചിങ് നോക്കുന്നില്ല. ആരൊക്കെയോ ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. ക്ഷമ ചെയ്തില്ലേ? ഞാൻ ചെയ്തില്ലേ? പക്ഷേ വചനം നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമാകാൻ കഴിയും. നമ്മുടെ മനസ്സ് തന്നെ സ്വതന്ത്രമാകും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പറഞ്ഞതുകൊണ്ട് ആഭരണം ഇടാത്തവർ ഇന്ന് തന്നെ ജ്വല്ലറി പോയി ഭർത്താക്കന്മാരോട് പ്രശ്നമുണ്ടാക്കി, സഭയിൽ പ്രശ്നമുണ്ടാക്കി, പാസ്റ്ററോട് ചോദ്യം ചെയ്ത് ഞങ്ങൾ ഇത്രയും നാൾ തെറ്റുപിടിപ്പിച്ചില്ലേ, ഇതൊന്നിനുമല്ല ഈ പോഡ്കാസ്റ്റ്. നോ, അതിന് വേണ്ടിയിട്ടല്ല ഇത്. സത്യം അറിയണം, നമ്മൾ സത്യം അറിയണം. ഇനി ഊരിയവർ മരണം വരെ അങ്ങനെ പോകണോ, പൊക്കോ, നോ പ്രോബ്ലം. എൻ്റെ ഒരു റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവർ ഊരിപ്പിക്കരുത്. എന്താ പറയുന്നത് ക്ഷമ സിസ്റ്റർ? ഊരിപ്പിക്കരുത് നിർബന്ധം. അതായത് നീ ഇത് ശാപമാണ്. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, യെഹെസ്കേൽ, ഞാൻ ആ വാക്ക് പറയുന്നില്ല, സ്വർണ്ണം അവർക്ക് ഡാഷായി തോന്നുന്നു, ഡാഷായി തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒന്ന് എടുത്ത് പ്രസംഗിക്കുക. അത് അവരോട് പറഞ്ഞ ഒരു ന്യായവിധിയുടെ വചനമാണ്. അത് ഈ രക്ഷിക്കപ്പെട്ട പാവം പിടിച്ച ദൈവത്തിനോട് പറയേണ്ട ആവശ്യമുണ്ട്. അത് യെഹെസ്കേൽ അവരുടെ ഇസ്രായേലിന് കൊടുത്ത, അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് കൊടുത്ത വാണിംഗ് ആണത്. അത് ഈ രക്ഷിക്കപ്പെടുന്ന ആളുകളോട് എന്തിനാണ് ആ വചനമെടുത്ത് പറയുന്നേ? അടുത്ത പോഡ്കാസ്റ്റുകളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ എൻ്റെ വചനം ശുഭവചന, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിറഞ്ഞ് ഫുള്ളായിട്ടിരിക്കുമോ, എനിക്കത് റിലീസ് ചെയ്യണം. പക്ഷേ അതിരിക്കട്ടെ, ഇത് കാണുന്നവരോട് ഞാൻ പറയുക, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ഞങ്ങൾ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. ഉറപ്പൊന്നും പറയുന്നില്ല. ദൈവിക നിയോഗം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ഞങ്ങളത് ടേക്കപ്പ് ചെയ്യും. ഞങ്ങൾക്കിപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ ചിലതിൻ്റെ ക്ലാരിറ്റി വേണം. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ബ്ലെസ്സിങ് ടുഡേയിൽ ഇങ്ങനെ താർക്കിക വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്ന പരിപാടി നോർമലി ഇല്ല. നമുക്ക് ക്രിറ്റിസിസം ഇല്ല, കോൺട്രവേഴ്സിയൽ ഇതില്ല, എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരുമിച്ച് കഴിയാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അടിച്ചു തീർക്കാനുള്ളതല്ല. പക്ഷേ സത്യം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ആ സത്യം നമ്മളറിയണം. കാരണം ഞാൻ ഒരു ബൈബിൾ സ്കോളറല്ല, ഞാൻ ബൈബിൾ പണ്ഡിതനാണെന്ന് ഇന്ന് വരെ അവകാശപ്പെട്ടില്ല. ഐ ആം സ്റ്റിൽ എ ബൈബിൾ സ്റ്റുഡൻറ്റ്. മരണം വരെ ഞാൻ വചനം പഠിക്കും, അറിയാവുന്ന മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. സമയം പോകുന്നു വേഗത്തിൽ. അടുത്ത ഇനി എന്താ നമുക്ക് ചിന്തിക്കാൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അപ്രോച്ച്, അഥവാ ദൈവത്തിൻ്റെ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലും ഈ ആഭരണത്തിൻ്റെ കാര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ ഒരു സമീപനം എങ്ങനെയാണ്? കാരണം ഈ ദൈവം സ്വർണം വെറുക്കുന്നുണ്ടെങ്കിൽ ഈ സ്വർണം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണല്ലോ. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഒരു ഏദനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന നദി അത് 4 വിഭാഗമായിട്ട് പിരിഞ്ഞൊഴുകുന്നു. അവിടെ പൊന്നുണ്ട്, മേത്തരമായ പൊന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ ദൈവം സൃഷ്ടിച്ച് ദൈവം മനുഷ്യനെ ആദ്യമായി ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലം, അവിടെയൊക്കെ പൊന്നുണ്ട് എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടാണ്. അപ്പൊ അങ്ങനെ പൊന്ന് സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ സ്വർണത്തോടുള്ളൊരു സമീപനം ദൈവീകമായ വിധത്തിൽ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഒത്തിരി ആളുകൾക്ക് പ്രയോജനമായിരിക്കും. ചോദിച്ചത് നന്നായി ഞാൻ പറയുന്നത്, ചോദിച്ചത് നന്നായി. എനിക്ക് കുറേ പറയാനുണ്ട്. ഇപ്പം പറഞ്ഞുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം 2:11, മത്തായി 2:11 എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ 2:11 തുടക്കത്തിൽ നിന്ന്, പുതിയ നിയമത്തിൻ്റെ 2:11 രണ്ടും പൊന്നാണ്. വാവ്, അമേസിങ്. ഇറ്റ് ഈസ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആ വചനം ഞാൻ പറഞ്ഞു. അതായത് ഈ
ഉൽപ്പത്തി പുസ്തകം 2:11 വന്നിട്ടിൽ ദ നെയിം ഓഫ് ദ ഫസ്റ്റ് റിവർ ഈസ് പീഷോൺ, ദ ഗോൾഡ് ഓഫ് ദാറ്റ് ലാൻഡ് ഈസ് ഗുഡ്. ബാഡെന്നല്ല. അത് വായിച്ച്. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഓക്കെ, അവിടെ പൊന്നുണ്ട്, ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. ഇത് ബൈബിളാണേ. നേരത്തെ ഹെസ്കേൽ വേറെ ഭാഷ പറഞ്ഞു, ഞാനത് വാഗോണ്ട് പറയുന്നില്ല. ഡാഷ്. ഞാൻ ഭാഷ അത് വെച്ചാണ് അത് വെച്ചാണ് ജനങ്ങളെ ന്യായമതി. അതായത് കഴുത്തിലിട്ടിരിക്കുന്നത് ഡാഷാണ്, കയ്യിലിട്ടിരിക്കുന്നത് ഡാഷാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. ഇവിടെ എന്താ പറയുന്നത്? നല്ലതാണ്. ഇത് എല്ലാവരുടെയും ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കേൾക്കുക. ഗോൾഡ് എക്സിസ്റ്റഡ് ബിഫോർ സിൻ. പാപത്തിന് മുന്നമേ, അത് മനുഷ്യൻ പാപം ചെയ്ത് ഇവിടെ വീഴുന്നതിന് മുൻപേ സ്വർണം ദൈവം സൃഷ്ടിച്ചു. അത് നല്ലതാണ്, മലയാളത്തിന് നല്ലതാണ്. ഈ മേത്തരമാണെന്ന് പറയുന്നത്. നല്ല ഗുഡ് ക്വാളിറ്റി സ്വർണമാണ് അവിടെ ഉള്ളത്. ഇത് തന്നെ നേരെ ഉൽപ്പത്തി പുസ്തകം 2:11 പോയാൽ എന്ത് കിട്ടുമെന്ന് അറിയാം? എടുക്കണമെന്നില്ല. മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 2:11 പോയാൽ പറയട്ടെ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ യേശു കർത്താവിന് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗോൾഡ് ആയിരുന്നു. കർത്താവെ കണ്ണു തുറക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. കർത്താവ് അതിനത് സ്വീകരിക്കാതിരിക്കാമായിരുന്നു. കർത്താവിന് വേണമെങ്കിൽ അത് സ്വീകരിക്കാതെ. ഞാൻ പറഞ്ഞ യോസഫും മേരിയും രണ്ടുപേരും ഇവിടെ നോക്കേ, രണ്ടുപേരും രക്ഷകനെ കിട്ടിയ സന്തോഷത്തിലാണ്. നമ്മൾ പൊന്നുനാഥനെ എന്നൊക്കെ പറയും. പൊന്നാണത്, പൊന്നുനാഥനെ. പൊന്നെന്ന് പറഞ്ഞ സ്വർണ്ണമല്ലേ? അപ്പോൾ കിട്ടിയേക്കുവാണ്. അപ്പോൾ ഈ കരുവേലത്തിൻ്റെ കയ്യിൽ കുഴിച്ചിട്ടതും പിന്നെ തോട്ടിൽ എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞതും ഇങ്ങനെയുള്ള വചനങ്ങൾ മൊത്തം പഴയ നിയമത്തിൽ. ഇത് ജോസഫിനും മറിയക്കും അറിയാമായിരുന്നെങ്കിൽ ഈ മെയ്ജായ് കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് വീടിൻ്റെ വെളിയിൽ വെച്ചിട്ട് കുന്തുരുക്കവും പിന്നെ മൂരും മാത്രം കയറ്റിയാൽ പോരായിരുന്നു. എന്തിനീ സ്വർണം കയറ്റിയ? ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്, സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഈ രക്ഷകനായ യേശുവിൻ്റെ ബാല്യകാലത്ത് അവനെ വളർത്തിയെടുക്കാൻ, അവൻ്റെ കുഞ്ഞനുജന്മാരെയും കുഞ്ഞനുജത്തിമാരെയും വളർത്താനും, അതിനുശേഷം ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ടായിരുന്നു, അതറിയാലോ, ഇൻ്റർനാഷണൽ ട്രിപ്പ് നടന്നായിരുന്നു. ഇസ്രായേലിലേക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചിലവുകൾ, ഇടയ്ക്കുള്ള ഹോട്ടൽ പേ ചെയ്യണം, അല്ലെ, സത്രത്തിൽ പോയി താമസിക്കണം, ഭക്ഷണം, എത്ര മാസങ്ങളാണ്. ഇതിനെല്ലാത്തിനും ഉതകിയത് ഇതെല്ലാമാണെന്നാണ് പറയപ്പെടുന്നത്. ബൈബിളിലില്ല, പക്ഷേ വി ക്യാൻ ഗെസ്. ദൈവം ചുമ്മാ എന്തെങ്കിലും ചെയ്യും. ഓരോന്നിനും അർത്ഥമുണ്ട്. ആ പൊന്ന് കാണിക്കുന്നത് സിംബോളിക്കലി റോയൽറ്റിയാണ്. രാജാക്കന്മാരോടും അതുപോലുള്ളവരോട് ബന്ധപ്പെട്ടതാണ് ഗോൾഡ്. സ്വർണ്ണ നിറം, സ്വർണ്ണ കിരീടം, സ്വർണ്ണ രാജാക്കന്മാർക്ക് മാത്രമാണ് കാഴ്ചയായിട്ട് ഇത് അർപ്പിക്കുന്നത്. സ്വർണത്തിൻ്റെ സിംഹാസനം. ഞാൻ ഇതിലേക്കൊക്കെ വരാം. ഇത് രണ്ട് കിട്ടിയല്ലോ. ഇനി അടുത്ത് കേട്ടോ, ഇനി അടുത്ത് കേട്ടോ, ജെനസിസ് 13:2 എന്താ പറയുന്നത് അറിയുമോ? ഏബ്രഹാം ഹാഡ് ബിക്കം വെരി വെൽത്തി ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഇൻ സിൽവർ ആൻഡ് ഗോൾഡ്. അബ്രഹാം ഭയങ്കര സമ്പന്നനായി. എന്തിലൊക്കെ? വെള്ളിയിലും. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അബ്രാമാണ് ബഹുസമ്പന്നനായി. എത്ര കിലോഗ്രാം സ്വർണ്ണമായിരിക്കും അബ്രഹാമിൻ്റെ വീട്ടിലിരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നത്തെ പോലെ വിലയില്ലല്ലോ, അന്ന് ധാരാളമായി സ്വർണ്ണം. അതുകൊണ്ടാണല്ലോ അബ്രഹാം എലയാസറിനെ, കാരണം ഈ സ്വർണ്ണ മാഫിയ ഒന്നുമില്ല. അതെ, അബ്രഹാം എലയാസറിനെ തൻ്റെ മകനൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു പോയപ്പം എന്തുമാത്രം സ്വർണ്ണം കൊടുത്തു. അതാണ് 24-22. ഏബ്രഹാം സെർവന്റ് ഗേവ് റെബേക്ക ഗോൾഡ് നോസ് റിംഗ്, മുക്കുത്തിയല്ലേ, മുക്കിലിടുന്ന സാധനം. പിന്നെ ഗോൾഡ് ബ്രേസ്ലെറ്റ്സ് എവിടെ ഇടുന്നത്? ഇതാണ് കയ്യിലിടുന്ന സാധനം. അപ്പോൾ ഇത് ഗോൾഡ്, ഈ സമയത്ത് ഗോൾഡ് ഇൻ ദോസ് ഡേയ്സ് വാസ് കവനന്റൽ ഓണർ, നോട്ട് സിൻ. അബ്രഹാവുമായുള്ള ഉടമ്പടിയിലൂടെ വന്ന ബ്ലെസ്സിങ് ആണ് വീട്ടിൽ കയറിയിരിക്കുന്നത് അന്നത്തെ കാലത്ത് അവർക്ക്. ഓക്കെ, അടുത്തത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-22 ഞാൻ നേരത്തെ പറഞ്ഞത്.
മേടിച്ചോളാൻ പറഞ്ഞു, അയൽക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞത്. അതെ അതെ. 12-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 36 വരെ വായിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായ ഇതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഇനി കേട്ടോ, സമാഗമന കൂടാരം ഉണ്ടാക്കി. നമ്മളിപ്പോൾ എവിടെ എത്തി? വിൽഡർനെസ്. അതിൽ സമാഗമന കൂടാരത്തിലെത്തിക്കുക. ആർക്ക് ഓഫ് ദ കവനൻ്റ് കേട്ടിട്ടുണ്ടോ? യെസ്, നിയമപ്പെട്ടകം എങ്ങനെ ഉണ്ടാക്കി? പുറപ്പാട് ദിവസം 25:11 ഓവർലെയ്ഡ് വിത്ത് പ്യുവർ ഗോൾഡ്. വർജിക്കണം, മാറ്റണം എന്ന് പറഞ്ഞതാണ്. എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല, അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന നിയമപ്പെട്ടകം സ്വർണമാണ്. അതിൻ്റെ മുകളിലാണ് രക്തം ഒഴിക്കുന്നത്. അവിടെയാണ് ഷെക്കിന ഗ്ലോറി ഇറങ്ങുന്നത്. അപ്പോൾ ദൈവം തന്നെ വെറുക്കുന്നുണ്ടോ? മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ദൈവം വെറുക്കുന്നത് സ്വർണത്തെയല്ല, സ്വർണം ഉപയോഗിക്കുന്നതിനെയല്ല, ഹാർട്ടിനെയാണ്. ദൈവത്തെക്കാൾ അധികം സ്വർണത്തെ സ്നേഹിച്ചാൽ, ആ സ്വർണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയാൽ, അന്യദൈവങ്ങളെ ഉണ്ടാക്കി ചാർത്തിയാൽ ദൈവം വെറുതെ ഇരിക്കില്ല. പക്ഷേ ദൈവം ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വർണം അങ്ങോട്ട് തരും. പിന്നെ സ്വർണത്തിൻ്റെ മേളമാണ്. അതിനെല്ലാം ദൈവമക്കൾക്ക് വേണ്ടിയിട്ടല്ലേ കർത്താവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതും ഭൂമിയിലുള്ള സകലത്തെ സൃഷ്ടിച്ചതും. ഈ ഖദിരമരം കൊണ്ടാണ് അന്ന് ഈ പെട്ടകം ഉണ്ടാക്കാൻ പറയുമ്പോൾ. പക്ഷേ ദൈവം പ്രത്യേകിച്ച് മൊത്തം പൊന്നുകൊണ്ട് മൂടണം. ഇനി ലാംപ് സ്റ്റാൻഡ്, കവർ മെനോറ, എക്സോഡസ് 25:31 മെയ്ഡ് ഓഫ് പ്യുവർ ഗോൾഡ്. അടുത്തത് മേഴ്സി സീറ്റ്, പെട്ടകത്തിൻ്റെ മുകളിൽ കൃപാസനം, എക്സോഡസ് 25:27 പ്യുവർ ഗോൾഡ്. പ്രീസ്റ്റ്ലി ഗാർമെന്റ്സ്. ഇനി ശുശ്രൂഷകൻ, ഇന്നത്തെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷകർ, ഇന്നത്തെ ഇവാഞ്ചലിസ്റ്റ്, അന്ന് പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഉള്ളൂ. പ്രീസ്റ്റ്ലി ഗാർമെന്റ്സ്, എക്സോഡസ് കേട്ടോളണേ, ഗോൾഡ് ത്രെഡ്, 12 ജെം സ്റ്റോൺസ്, ഗോൾഡ് ചെയിൻസ്. ഇതിന് കോടിക്കണക്കിന് രൂപ വരും. 8 കോടി, 5 കോടി മുതൽ 9 കോടി വരെ രൂപയാണ് പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ ഇന്നത്തെ വില. എത്ര? ഒന്നുകൂടെ ആവർത്തിക്കാമോ? എത്ര കോടിയാണ്? 8 കോടി. 5 കോടി മുതൽ 8 കോടി വരെ. സെർച്ച് ചെയ്യാം, ഞാനിത് പറയുന്നില്ല, ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും അന്നത്തെ എത്ര, എല്ലാം കറക്റ്റായിട്ട് അതുപോലെ കിട്ടും. 5 കോടി മുതൽ 9 കോടി വരെ രൂപ ഇതിന് വരും. എന്തിന്? പുരോഹിതനിടുന്ന, മഹാപുരോഹിതനിടുന്ന ഡ്രസ്സിന്. കാരണം ഇതല്ല ഏഫോദ്, ഇവിടെ എല്ലാം സ്വർണ്ണമാണ്. ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ടല്ലോ, ഒരെണ്ണത്തിൻ്റെ വില അറിയാമോ? ഷോൾഡറിൽ ഇവിടെ 6, ഇവിടെ 6. കഴിഞ്ഞില്ല, ഇവിടെയുണ്ട് യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് സ്വർണ്ണമാണ്. കോൺസെക്രേറ്റഡ് ആൻഡ് ടു ദ ലോർഡ്. എല്ലാം സ്വർണ്ണം. ഇതും ബൈബിളിലുണ്ട്. തീർന്നില്ല, ഒത്തിരി ലിസ്റ്റുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത കേട്ടോ, 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെ വായിക്കുമ്പോൾ ദാവീദിൻ്റെ കാലം വരുക. വാവ്, ക്വാണ്ടിറ്റീസ് ഓഫ് ഗോൾഡാണ് അദ്ദേഹം ദൈവഭവനത്തിന് വേണ്ടി, ദേവാലയം ഉണ്ടാക്കാൻ വേണ്ടി, ദേവാലയത്തിൻ്റെ പണികൾക്ക് വേണ്ടി കൊടുത്തത്. അദ്ദേഹത്തിന് പണിയാൻ സമ്മതിച്ചില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ട്രഷറിയിൽ നിന്ന് കൊടുത്തത്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഭവനും എന്തുള്ളൂ എന്ന് പറയുന്ന ഭാഗം അവിടെയാണ്. 1 രാജാക്കന്മാർ 6-7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നേക്കളാണ് എന്ന് പറഞ്ഞാൽ ശലോമോൻ്റെ കാലം. ശലോമോൻ്റെ കാലത്ത് തൻ്റെ ഈ സിംഹാസനം തുടങ്ങി ഓൾട്ടർ തുടങ്ങി സകലവും സ്വർണ്ണമാണ്. കേൾക്കുന്നുണ്ടോ? മൊത്തം സ്വർണ്ണമാണ്. വെള്ളിക്കൊന്ന് കല്ലിൻ്റെ വിലയില്ലെന്ന് പറയും. അതുപോലത്തെ ഐശ്വര്യത്തിൻ്റെ കാലം ദൈവം കൊടുത്തു. ഇനി അടുത്തത് യെഹെസ്കേൽ 16:11 മുതൽ 13 വരെ വായിക്കുമ്പോൾ ഗോഡ് ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് അഡോണിങ് ഹിസ് പീപ്പിൾ. ജനങ്ങളെ അലങ്കരിക്കും എന്ന് പറയുന്നു. അലങ്കാരം എന്തൊക്കെയാണ്? ഐ അഡോൺഡ് യു വിത്ത് ജ്വല്ലറി, ബ്രേസ്ലെറ്റ്സ്, നെക്ലെസ്, റിങ്, ക്രൗൺ. സ്വന്തം ജനത്തെ അലങ്കരിക്കുന്ന കാര്യം വാഗ്ദത്തമായിട്ട് പറയുകയാണ്. അതായത് അഡോൺമെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡിവൈൻ ഫേവർ ഇമേജറി. അങ്ങനെ ഉപയോഗിച്ചാണ് പറയുന്നത്. അടുത്ത് കേൾക്കണോ? 45-ാം സങ്കീർത്തനം 9-ാമത്തെ വചനം അറിയാമോ? ദ ബ്രൈഡ് സ്റ്റാൻഡ്സ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് അഡോൺഡ് വിത്ത് ഗോൾഡ് ഓഫ് ഒഫീർ. അന്തപുരത്തിലെ രാജ്ഞി അല്ല, നിന്റെ വലതുഭാഗത്ത്
നിന്റെ കാന്ത അല്ല രാജ്ഞി ഓഫീസർ തങ്കമണി. അതൊരു ഭയങ്കര തമാശയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ വായിച്ചതാണ്, ഓഫീസർ തങ്കമണി നിൽക്കുന്നു എന്ന് പറയും. ഓഫീസർ തങ്കമണിയല്ല, ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഓഫീർ തങ്കം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും കൂടിയ സാധനമാണ്. സദൃശവാക്യങ്ങൾ 25:12 ലൈക്ക് ആൻ ഇയർ റിംഗ് ഓഫ് ഗോൾഡ്, ഇങ്ങനെയെല്ലാം വചനത്തിലുണ്ട്. അടുത്തത് ഐസയ 60:6, ഏഷ്യാവിൻ്റെ പുസ്തകം 60:6 ദേ വിൽ ബ്രിങ് ഗോൾഡ് ആൻഡ് ഫ്രാങ്കിൻസെൻസ്. രാജാക്കന്മാരൊക്കെ കൊണ്ടുവരുന്ന കാര്യം പറയുന്നത്. അപ്പോൾ അതാണ് ഒരു തരത്തിൽ മേജായുടെ കാര്യത്തിലൊക്കെ നിറവേറിയത്, മത്തായി 2:11 നിറവേറുന്നത്. ഇനി അടുത്തത്, ഇനി ഒരു ഇത്തിരി ഉമ്മണി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിലേക്ക് വരാൻ പോവുക. ജീസസ് അപ്രോച്ച്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശു കർത്താവ് സ്വർണത്തെ എങ്ങനെ കണ്ടു? കേൾക്കണം ആർക്കെങ്കിലും. എനിക്കൊരു ഇതുണ്ട്, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാതെ ഇത് നിർത്തി പോകരുത്, വേറെ ചാനലിലോട്ട് പോകരുത്. കാരണം എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ചില ദേഷ്യപ്പെടുക, ഇയാൾ ദുരുപദേശം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ക്ലോസ് ചെയ്ത് പോകരുത്. കാരണം മുഴുവൻ കേൾക്കണം. പിന്നെ കമൻ്റ് ഇടുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നല്ല ഭാഷയിലൊക്കെ ഇടണേ, ക്രൂരമായിട്ടൊന്നും എഴുതരുത്. മറ്റുള്ളവരും വായിക്കുന്നതിന് എല്ലാവർക്കും ഇത് താങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ഇത് കേൾക്കാൻ വേണ്ടി ജനിച്ചവരാണ്, സഹിച്ചോളാം. പക്ഷേ ഈ കമൻറ്റുകളെടുത്ത ആളുകൾ വായിക്കുന്ന സമയത്ത് വളരെ മോശമായ ഭാഷ, സഭ്യമല്ലാത്ത ഭാഷ, അങ്ങനെയൊന്നും ദയവായി ചെയ്യരുത്. ഒരല്പം ദയവ് കാണിക്കണം. യൂട്യൂബിനെങ്കിലും ബഹുമാനിക്കണം. ഞങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ. മത്തായി 25 താലന്തുകളുടെ ഉപമാന്ന് കേട്ടിട്ടുണ്ടോ? അതെന്ത് താലന്ത്? പ്രസംഗിക്കാനുള്ള താലന്താണോ, പാടാനുള്ളതാണോ, ആടാനുള്ളതാണോ? താലന്തുകൾ വേറൊരു പേര് മൈന എന്നാണ്. അത് വേറെ അല്ല, താലന്തുകൾ എന്ന് തന്നെ പറയാം. താലന്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാഗ് ഫുൾ ഓഫ് ഗോൾഡ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ബാഗ് ഫുൾ. അതിൻ്റെ ഒരാൾക്ക് 1 താലന്ത് കൊടുത്തു, വേറെ ആൾക്ക് 2 താലന്ത് കൊടുത്തു, വേറെ ആൾക്ക് 5 താലന്ത് കൊടുത്തു. എന്ന് വെച്ചാൽ 5 ബാഗ് ഫുൾ സ്വർണം കൊടുത്തു. സെർച്ച് ചെയ്യണം, പല ഭാഷകളെടുത്ത് വായിച്ചു നോക്കണം. ഇത് യേശു തൻ്റെ ഉപമയിൽ പറഞ്ഞു. ഇന്ന് അലർജി എന്ന് പറയുന്നത് തെറ്റാണ്, പാപമാണെന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ യേശു പറഞ്ഞ കാര്യം പറയുന്നത്. ലൂക്കോസ് 15 ഒരു സ്ത്രീക്ക് ഒരു കോയിൻ, നാണയം നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ അവിടെ സിൽവർ കോയിൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി മത്തായി 22 ഒരു റോയൽ വെഡ്ഡിങ് നടക്കുന്നുണ്ട്. വെഡ്ഡിങ് ബാങ്കറ്റ്, ഒരു കല്യാണ സദ്യ വിളിച്ചു, റോയൽ വെഡ്ഡിങ്. അപ്പോൾ അവിടെ ഒരു റോയൽ ഇമേജറിയിൽ അവിടെയും ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചു ഓർക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ യേശു എവിടെ നിൽക്കുന്നത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശു എവിടെയാണ്? 7 നിലവിളക്കല്ല, പൊൻനിലവിളക്കുകൾ, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ് ആണ്, ബ്രാസ് അല്ല, ഇരുമ്പല്ല. അപ്പോൾ യേശുവിന് അവിടെ സ്വർണത്തിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാമല്ലോ. പിന്നെ ധരിച്ചിരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമുള്ളത് ഇതാണ്, ക്ഷമിക്കണം, ഇപ്പം ഇവിടെ ആഭരണം മഹാപാപമാണ്, ശാപമാണ്, അത് പിശാചിൻ്റെ ഡാഷാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചാൽ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ല. കാരണം മാറത്ത് പൊൻകച്ച അണിഞ്ഞാണ് യേശു കർത്താവ് നിൽക്കുന്നത്. യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഈ ഉപദേശം നമ്മളിങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സിസ്റ്റർ സമാധാനം പറയണം. അതെ, നമ്മൾ ആ പാട്ട് തന്നെ എപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലെ ഇത് പാടാറുണ്ട് അല്ലേ? 7 വിളക്കിൻ നടുവിൽ ശോഭാപൂർണനായി മാറത്ത് പൊൻകച്ചി അണിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ്, അപ്പം നമ്മുടെ മനസ്സിൽ ആ ഒരു ഇമാജിനറി ആ ഒരു ഫിഗറുണ്ട്. കഠിനമായി ഇങ്ങനെ ഉപദേശം പഠിപ്പിക്കുന്നവർ, എൻ്റെ ഒരു നിഗമനമാണ്, മിക്കവാറും അവർ സ്വർഗത്തിൽ ചെന്നാൽ യേശുവിനെ ആദ്യം പുറത്താക്കും, സ്വർണ്ണിട്ടേക്കുമല്ലേ അവർക്ക്. അല്ലെങ്കിൽ സ്വർഗം അവർക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായി മാറും. ഇനി അടുത്ത് കേൾക്കണോ? കാലി ഔട്ടാൻ പറ്റില്ല താഴത്ത്. താറല്ല, അവിടെ ടൈലല്ല, സ്വർണ്ണത്തെരുവീതിയാണ്. എങ്ങനെ കാലി ഔട്ടും? സ്വർണത്തിൽ കാലി ഔട്ട പറന്ന് കിടക്കാം. എൻ്റെ കർത്താവേ, ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എനിക്കും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ, ക്ഷമാ സിസ്റ്റർക്കും ഉണ്ടാകട്ടെ. ആദ്യകാലത്ത്, കാരണം നമുക്ക് ബൈബിൾ അറിയില്ല, കേട്ടത് വിശ്വസിച്ചു,
അതുപോലെ കട്ടിയായ അനുസരിച്ചവനാണ് ഞാൻ. പലരോടും പറഞ്ഞു, എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവ എല്ലാവരോടും പറഞ്ഞു ഊരണമെന്ന് പറഞ്ഞു. കാരണം ഇത് സ്വർഗത്തിൽ പോലെ ശാപമാണെന്ന് പറഞ്ഞു. പക്ഷേ വചനം ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മൈ ഗോഡ്, എൻ്റെ കണ്ണ് തുറന്നു. അതോടുകൂടിയുള്ള ഗുണം എന്താണ്? ഒത്തിരി പേര് ലിബറേറ്റഡായി. ഞാൻ പറയട്ടെ, ഇപ്പോൾ സ്നാന ശുശ്രൂഷയുടെ സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിയില്ല, എൻ്റെ അറിവിൽ പലരുടെയും ആഭരണങ്ങൾ മാറ്റി. അതിലൊക്കെ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കെട്ടുതാലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്തൊരു സാധനം ഉണ്ടായിരിക്കും. അതാണ് മാല ഇങ്ങനെ ഭർത്താവ് മണവാളൻ മണവാട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അത് കൊടുത്തു. ഇതാണ് ഊരി മാറ്റുന്നത്. ചിലപ്പോൾ ഭർത്താവ് അറിയാതെ സാധനപ്പെട്ട് ചെല്ലുമ്പോഴേക്കും അടയാളം ഇതെല്ലാം പോയി, ചെയിൻ മാറ്റി. ആ ചെയിൻ അങ്ങ് മാറ്റിയോടുകൂടെ അയാൾ പറയും, ഇനി നീ എൻ്റെ ഭാര്യയല്ല, ഞാൻ നിന്നെ കിട്ടിയത് ഈ മിന്നുകൊണ്ടാണ്. അങ്ങനെ ഭാര്യാഭർത്തൃ കുടുംബങ്ങൾ തകർന്നു. ഇത് നിസ്സാര വിഷയമല്ല. ആ ഭർത്താക്കന്മാർ ഭ്രാന്തന്മാരെ പോലെ. അവർക്കറിയാം, വചനം പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചു കഴിയുമ്പോൾ അയാൾ നേരെയോ. പക്ഷേ ചിലർ പഠിച്ചില്ലെങ്കിലോ, ഈഗോ കൊണ്ട് ചിലർ പഠിക്കും. എങ്കിലും അവൾ എന്നോടൊരു വാക്ക് പറയേണ്ടതായിരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ട് സ്നാനപ്പെട്ടാൽ മതി എന്ന് വരെ പറയും. കാരണം കുടുംബജീവിതത്തെ നശിപ്പിക്കരുതല്ലോ. പക്ഷെ കൃപയല്ല, അങ്ങനെയുള്ള മിക്കവാറും എല്ലാവരും ഭർത്താക്കന്മാരും എല്ലാം വന്ന് സ്നാനപ്പെട്ടു, വളരെ ശക്തരായി ഇന്ന് അവർ ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ സ്വർഗത്തിൽ പോലും നമ്മളിതാ കാണും. ഇനി സ്വർഗത്തിൽ ചെല്ലാൻ നേരത്ത് വേറൊരു പ്രശ്നം കൂടി അനുഭവിക്കേണ്ടി വരും. നമ്മളിത് ഈ സ്വർണത്തെ ഇത്രയും വിരോധം പറയുവാണെങ്കിൽ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ പല പ്രതിഫലവും കിരീടവും പറഞ്ഞിരിക്കുന്നത്. അതിൽ എൻ്റെ ഒരു ചിന്ത, അധികവും സ്വർണവും പിന്നെ മൊത്തമൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ തലയിൽ വെക്കും? ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ലോജിക്കലി നമ്മളിതെല്ലാം ചിന്തിക്കണം. പല ആളുകളും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്നത് അതൊരു ആലങ്കാരിക ഭാഷയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. തെരുവീതി എന്ന് പറയുന്നതാണെങ്കിലും ശരി, സ്വർണ്ണ കിരീടങ്ങൾ എന്ന് പറയുന്നതാണെങ്കിലും ശരി, ഇതിനൊരു ആലങ്കാരിക ഭാഷയിലാണ് ഈവൻ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നത്. അതൊക്കെ ഒരു ആലങ്കാരികമായ മാത്രം. എൻ്റെ അറിവ് ഞാൻ പറയാം, എനിക്ക് മനസ്സിലായി ഇതുവരെയുള്ള എൻ്റെ അറിവ് ഞാൻ പറയാം. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, അവിടെ ഉള്ളതാണ് ഒറിജിനൽ. അവിടുത്തെ സ്വർണത്തെക്കുറിച്ച് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവർ, ദിനകരണങ്ങളിലെ പോലെ ആയിരക്കണക്കിന് പേര് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന് പല പ്രാവശ്യം പോയി ജീവിക്കുന്നവരൊക്കെ വിറ്റ്നസ് ചെയ്യുന്നൊരു കാര്യം, ഇവിടുത്തെ സ്വർണം ഒന്നുമല്ല, ഈ മഞ്ഞലോഹം ഒന്നുമല്ല, ഇവിടെ കാണുന്നതിൻ്റെ എല്ലാം ഒറിജിനൽ അവിടെ ഉള്ളത്. ഈ മെറ്റീരിയൽ വേൾഡിനേക്കാൾ റിയാലിറ്റിയാണ് സ്വർഗം. ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വെർഷൻ മാത്രമാണ്. ഇനി അത് സിംബോളിക് ആണെങ്കിൽ പോലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ദൈവത്തിൻ്റെ അപ്രോച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ടൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒറ്റ കാരണത്താൽ സ്നാനപ്പെടാൻ കൊതിയുണ്ടായിട്ടും സ്നാനപ്പെടാത്ത ഒത്തിരി യുവതികൾ, ഒത്തിരി സ്ത്രീകൾ ഭൂമിയിലുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഭയങ്കരമായ അഭിവാഞ്ചയാണ്, അങ്ങനെയുള്ളവർക്കെങ്കിലും ഒരു വഴി തുറക്കണം. എന്ന് വെച്ചാൽ ഈ ലിബറേറ്റഡാണ് സഭകൾ. ഇതല്ല സ്നാനപ്പെടുന്നതിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുകയും സ്വർണം മാറ്റുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുകയും ഷേവ് ചെയ്യുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുകയും വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെയാണോ? ദാറ്റ് ഈസ് കൾച്ചറൽ, നോട്ട് എ കമാൻഡ്മെൻറ്റ്. നമ്മൾ ആദ്യം തന്നെ അങ്ങനെ തുടങ്ങിയത്. അതെ, എന്ന് പറയുന്നു. യെസ്, എക്സാക്ട്ലി. ഇനി എന്താണ് നമുക്ക്? എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സമയമുണ്ടോ? ഇത്തിരി സമയം കൂടെ പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ചെറിയൊരു ചോദ്യം കൂടെ. ഈ ക്രിസ്തീയ സഭ ഇങ്ങനെ ഈ ഓർണമെന്റ്സ് അഥവാ ഈ ആഭരണം വിലക്കുന്ന ഈ ഒരു കാര്യത്തിൽ ബൈബിളിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ സഭ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ? എൻ്റെ അറിവിലില്ല. ദർ ഈസ് നോട്ട് ഈവൻ വൺ വാലിഡ് പോയിൻറ്റ്. അതിനെ ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. ഒരു ഉപദേശം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഉപദേശം ഉണ്ടാകുന്നു,
10-15 കാര്യങ്ങളുണ്ട്, അതിൽ 5 ഞാൻ പറയാം. ഓക്കെ, എനിക്ക് തോന്നുന്നു എഴുതിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. എഴുതണം. മാത്രമല്ല ഇത് കേൾക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നത് കാരണം ദിസ് ഈസ് എ റെവലേറ്ററി നോളജ്. കാരണം ഒത്തിരി പേർക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ഉപദേശം. ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഒരു വചനം കണ്ടു, അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുത്തുകൊണ്ട് ഞാൻ അനുസരിച്ചു, ഉടൻ തന്നെ ഞാനത് പ്രസംഗിക്കാൻ തുടങ്ങി. എൻ്റെ അനുയായികളെല്ലാം അത് വഴിക്ക് പോയി, അതൊരു ഉപദേശമായി മാറുന്നു. അങ്ങനെയാണോ ഉപദേശം ഉണ്ടാക്കേണ്ടത്? പറയാം. നമ്പർ 1, ഈസ് ഇറ്റ് ടോട്ട് ബൈ ജീസസ് ഇൻ ദ ഗോസ്പൽസ്? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇത് യേശു പുതിയ നിയമത്തിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുതിയ നിയമക്കാരാണല്ലോ. യേശു കർത്താവ് അത് സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്പർ 2, വാസ് ഇറ്റ് പ്രാക്ടീസ്ഡ് ബൈ ദി അപ്പോസിൽസ് ഇൻ ദി ആക്ട്സ്? അപ്പസ്തോല പ്രവൃത്തികളിൽ അപ്പസ്തോലന്മാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ? അവർ പ്രസംഗിച്ചിട്ടുണ്ടോ? നമ്പർ 3, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നമ്പർ 3, വാസ് ഇറ്റ് കമാൻഡഡ് ഓർ എക്സ്പ്ലെയിൻഡ് ഇൻ എപ്പിസൽസ്? ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് അതിൻ്റെ കൽപ്പനകൾ വീണ്ടും എടുത്ത് പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങൾ. കാരണം ഈ സുവിശേഷത്തിൽ ഗുഡ് ന്യൂസ് വന്ന് പറയുന്നു, അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ പ്രാവർത്തികമാക്കുന്നു, ലേഖനങ്ങൾ അതിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ലേഖനങ്ങൾ അതിൻ്റെ വിശദീകരണം കാണാം. യേശു പറഞ്ഞ കൽപ്പന അപ്പസ്തോലന്മാരനുസരിച്ച് ജീവിച്ചിട്ട് ലേഖനങ്ങളിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും എടുത്തു പറയുകയും ചെയ്യണം. ഉദാഹരണത്തിന് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ മാനസാന്തരപ്പെടുക ഒരു ഉപദേശമാണ്. അപ്പസ്തോല പ്രവൃത്തികളിൽ എന്താ സംഭവിക്കുക? 2-ാം അധ്യായം തുടങ്ങി മാനസാന്തരപ്പെടുക. ലേഖനങ്ങളിലെല്ലാം ഇത് തന്നെയല്ലേ പറയുന്നേ. അതൊരു ക്രിസ്തീയ ഉപദേശമാണ്, അത് അടിസ്ഥാനപരമായ ഉപദേശമാണ്. ആഭരണം അങ്ങനെയാണോ? അടുത്തത്, കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. അതാണ് അടുത്തത്. മൊത്തം ബൈബിളുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങി വെളിപ്പാട് വരെ ഇപ്പോൾ നമ്മൾ പോയി. ശരിയാണോ? അതെ. ദ എൻറ്റയറിറ്റി ഓഫ് ദ ബൈബിൾ, ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് എന്നാണ് അതിന് പറയുന്നത്. കർത്താവിൻ്റെ ആലോചന, ഉപദേശം. അത് അടുത്തത്, ഈസ് ഇറ്റ് കോണ്ടെക്സ്ച്വലി ആക്യുറേറ്റ്? ആ സന്ദർഭത്തിൽ അതിന് ആക്യുറസി ഉണ്ട്. ഞാൻ 5 പറഞ്ഞു, കുറേ ഉണ്ട്, അത്രയും തന്നെ താങ്ങാൻ പറ്റുമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പറഞ്ഞതാണ്. ഇത്രയില്ലാതെ ഒരു കാര്യം ഒരു ക്രിസ്തീയ സഭയിൽ ഉപദേശമാക്കരുത്, അല്ലെങ്കിൽ ഉപദേശം സ്ഥാപിക്കരുത്. അതെ, എനിക്ക് ചെയ്യാം, അതെൻ്റെ വ്യക്തിപരമായ. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ വൈറ്റ് ഷർട്ട് മാത്രമേ ജീവിതകാലത്ത്, ഒത്തിരി പേര് വൈറ്റ് ഡ്രസ്സ്, എനിക്ക് ഒരു കുഴപ്പമില്ല, കാണാനും നല്ലതല്ല, സിമ്പിളാണ്. മാത്രമല്ല കൺഫ്യൂഷനും ഇല്ല. ഇതിപ്പോൾ ഈ ക്യാമറ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കളർ ഇടണം എന്ന് ഇവരെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് കളർ ഇട്ടുകൊണ്ട് വന്നേക്കോ. ഈ വൈറ്റ് ഇടുന്ന ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല, എല്ലാ ദിവസവും എടുത്തിടുക, മുഷിഞ്ഞ് മാറ്റുക, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കുമ്പോഴും അവരൊക്കെ ഫുൾ അവരുടെ ഒരു യൂണിഫോം പോലെയല്ലേ വൈറ്റല്ലേ ഇടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വ്യക്തിപരമായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരാൾ തീരുമാനിക്കുക, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ദൈവത്തോട് തീരുമാനമെടുത്ത് ഞാൻ ഒരിക്കലും നോട്ട് കൈകൊണ്ട് തൊടില്ല, അങ്ങനെയുള്ള ആളുകളുണ്ടായിട്ടുണ്ട്. കൈകൊണ്ട് നോട്ട് തൊടില്ല, പക്ഷെ അത്ഭുതകരമായ ഒരു ദൈവം അവരെ നടത്തി. അത് ദൈവം അവരുമായിട്ടുള്ളൊരു, അത് വിചാരിച്ച് ഞാൻ നോട്ട് കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും? എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം. അദ്ദേഹം പ്രസംഗിക്കുക, വിശ്വാസികളാരും പണം കൈകൊണ്ട് തുടരുത്, ദൈവം തന്നെ കാക്കയെ കൊണ്ട് പോറ്റും എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അവസ്ഥ എന്തായാലും ഏത് കാക്കയാണ് വരാൻ പോകുന്നത്? അതെ, വലിയ ബുദ്ധിമുട്ടായിപ്പം. കാക്കകളുടെ സംഖ്യ നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ പോക്ക്, അതായത് നമ്മുടെ പന്നിയുടെ ഇറച്ചി, അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വചനമൊക്കെ എടുത്തിട്ടായിരിക്കാം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില രാജ്യങ്ങളിൽ ആ ഒരു ഇറച്ചിയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ക്രിസ്തീയ സഭകളിൽ പോലും ഏറ്റവും അവരുടെ ആഘോഷങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് ആ ഒരു ഇറച്ചിയാണ്. അപ്പോൾ ഈ ഉപദേശങ്ങൾ പത്രോസിനെ മാനസാന്തരപ്പെടുത്തി തുപ്പട്ടി ഇറക്കി മാനസാന്തരത്തിൽ അറുത്ത് 3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് അതിൽ. എന്ന് വെച്ചാൽ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട്. അതിൽ നിന്നും പുറത്തെടുത്താണ് കൊർന്നല്യൂസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്. ഇതുപോലെ ഞാൻ പറയുന്നതാണ്, വളരാൻ ആഗ്രഹമുള്ളവർ ഇതുവരെ വിശ്വസിച്ച് വന്ന, ഇതുവരെ പ്രവർത്തിച്ചു വന്ന, പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് കേട്ടാൽ തിരുത്താൻ തയ്യാറാകണം. ഇതിൻ്റെ പേരാണ് ടീച്ചബിലിറ്റി. ടീച്ചബിലിറ്റി ഇല്ലാത്ത ഒരാൾ ബോൺസായി ആയി പോകും.
മുരടിച്ചു പോകും. അവർക്ക് വളർച്ചയില്ല, അവരതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് 5 കാര്യങ്ങളാണ് ഉപദേശം ഉണ്ടാകാൻ വേണ്ടി. ഒരു ഉപദേശം സ്ഥാപിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം ഈ 5 കാര്യങ്ങൾ. ഇനി അതിപ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് റോമാലേഖനം 14 അധ്യായം ഇതിനു വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി. റോമാലേഖനം 14 അധ്യായം ഇതിനു വേണ്ടി മാത്രം. അതായത് ശക്തമായ ഒരു കൽപ്പന ഇല്ല, ചിലരത് ചെയ്യുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും? അതിനുവേണ്ടി മാത്രം എഴുതപ്പെട്ട അധ്യായമാണ് റോമർ 14. അവിടെ പറയുന്നത് ബലഹീനനായൊരു വിശ്വാസി, ഒരു വിശ്വാസിയുടെ വിശ്വാസം ബലഹീനമാണ്. അപ്പോൾ അയാൾക്ക് ഇറച്ചി തിന്നുന്നത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യരുത്? ബലവാനായ ഒരാൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒരാൾക്ക് അയാൾ നോൺ വെജാണ്. ഈ നോൺ വെജുകാരൻ വെജിറ്റേറിയൻ ആളെ കൊണ്ട് ബഹളം ഉണ്ടാക്കി നോൺ വെജ് തീറ്റിക്കരുതെന്ന്. സംഗതി സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. നോൺ വെജ് കഴിക്കുന്നില്ല. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. തിരിച്ചും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. എടാ കുഞ്ഞ്, നിനക്ക് ഇറച്ചി കഴിക്കണേ, നീ കഴിച്ചോ. നീ പച്ചക്കറിയാണെങ്കിൽ കഴിച്ചാൽ, നീ വീഗനാണെങ്കിൽ വീഗനിൽ പോ. നീ മറ്റേ സാധനം എന്താണ്, കീറ്റോ ഡയറ്റ്, അതാണെങ്കിൽ അതിൽ പോ. പക്ഷേ അതുകൊണ്ട് നിന്റെ സഭക്കാരെ മുഴുവൻ കീറ്റോ ആക്കണോ, വീഗനാക്കണോ? ആക്കരുത്. അതിനുവേണ്ടി എഴുതപ്പെട്ടാണ് 14 അധ്യായം. ഇങ്ങനെയുള്ള എന്തുപദേശവും എന്ത് ചെയ്യണം? ഇതുപോലെ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ 14 അധ്യായം എടുത്തുകൊണ്ട് വായിക്കണം. അതോടെ നമ്മൾ നോർമലാവും. ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പൗലോസ് എഴുതിയതാണ് ഈ ഭാഗങ്ങൾ. അവിടെ പറഞ്ഞിരിക്കും, ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇഫ് സംതിങ് ഈസ് നോട്ട് സിൻഫുൾ ഇൻ ഇറ്റ് സെൽഫ്, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ടേൺഡ് ഇൻ ടു യൂണിവേഴ്സൽ ലോ. ഒരു കാര്യം, ഇപ്പോൾ മാംസാഹാരം തിന്നുന്നത് പാപമാണോ? അല്ല. പക്ഷെ വേറൊരാൾ പറയുന്നത് എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യരുത്? യൂണിവേഴ്സൽ ലോ ആക്കി മാറ്റരുത്. അത് അവരവരുടെ ഇഷ്ടത്തിന്, കൾച്ചർ അല്ലെങ്കിൽ അയാളുടെ ഹാബിറ്റ്, ഈറ്റിംഗ് ഹാബിറ്റ്. മാറ്റേഴ്സ് ഓഫ് കോൺഷ്യൻസ് ഷുഡ് നോട്ട് ബിക്കം ഡോക്ട്രൈൻസ് ഓഫ് ഡിവിഷൻ. ഇങ്ങനെ തന്നെ പറയാം. എൻ്റെ മനസാക്ഷിക്കുള്ള ചില കാര്യങ്ങൾ, എനിക്കത് വേണ്ട ഇത് വേണ്ട, അങ്ങനെയുള്ള. ചിലർ ചായ കുടിക്കാറില്ല, ചില കാപ്പി. വർഷങ്ങൾ ഞാൻ ചായയും കാപ്പിയും കുടിക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, പല വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പിന്നെ ഞാൻ കുടിക്കാൻ തുടങ്ങി. ചില സമയത്തൊക്കെ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ സഭയിൽ ഇന്ന് വരെ ആരും കാപ്പി കുടിക്കാൻ പാടില്ല, കാപ്പി വിഷമാണ്, കാപ്പി പാപമാണ്, ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ദാറ്റ്സ് മൈ പേഴ്സണൽ തിങ്. അടുത്തത്, ദ കിങ്ഡം ഈസ് നോട്ട് എബൌട്ട് റൈറ്റ്സ്. അതാണ് അത്. എന്നിട്ട് 17-ാം അധ്യായത്തിൽ വരുമ്പോൾ, 17-ാം വാക്യത്തിൽ വരുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫുഡ് ഓർ ഡ്രിങ്ക്, ബട്ട് റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. വാവ്, നമ്മളത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോൺകളുടെ പാട്ടും പാടും, റൈച്ചസ്നസ്, പീസ്, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് നമ്മൾ പാടും. പക്ഷേ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇതൊന്നുമല്ല നിൻ്റെ പച്ചക്കറിയും ഇറച്ചിയൊന്നും അല്ല കാര്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. വാവ്. ലിബർട്ടി മസ്റ്റ് ബി ബാലൻസ്ഡ് വിത്ത് ലവ്. നമ്മുടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, ക്രിസ്തീയ സ്വാതന്ത്ര്യം. അതിനെ എന്ത് ചെയ്യണം? സ്നേഹം കൊണ്ട് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം. അതാണ് 15-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ബാനിങ് ഓർണമെൻറ്റ്സ് ക്രിയേറ്റ്സ് man-made regulations, external righteousness, പെർഫോമൻസ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ദ ന്യൂ കവനൻറ്റ് എംഫസിസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹാർട്ട്, നോട്ട് റെഗുലേഷൻ ഓഫ് അപ്പിയറൻസ്. പുറത്തിങ്ങനെ കാണുന്നതല്ല ക്രിസ്തീയത. ഞാൻ ഈ വചനമൊക്കെ ഞാനിങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവ് കൊണ്ടുവന്നൊരു കാര്യമാണ്. ശമൂവേലെങ്ങാണ്ടും ഇതിനോട് സൗളിനോട് പറയുന്ന കാര്യം, മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവമോ ഹൃദയത്തിൽ നോക്കും. അങ്ങനെ ഏത് കോണ്ടെക്സ്റ്റാണ്? ഇനി അടുത്തൊരു ചോദ്യം ആളുകൾ ചോദിക്കുക, അയ്യോ ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ആദിമസഭയിൽ ആളുകൾ ആഭരണം ധരിക്കുമായിരുന്നോ? എങ്ങനെ അറിയാം? ഒരു ലേഖനത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശം, യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ജീസസിന്റെ അനുജൻ
ഹാഫ് ബ്രദർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ബാക്കി എഴുതിക്കോ. യാക്കോബിൻ്റെ ലേഖനം 2:1-4 വരെ വായിക്കുമ്പോൾ അവിടെ 2-ാമത്തെ വചനത്തിൽ, സപ്പോസ് എ മാൻ കംസ് ഇൻ ടു യുവർ മീറ്റിംഗ് വെയറിങ് എ ഗോൾഡ് റിംഗ് ആൻഡ് ഫൈൻ ക്ലോത്ത്സ്. അങ്ങനെ തന്നെ വളരെ കൃത്യമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തൻ വന്നാൽ. ഇത് ആരാണ്? യേശുവിൻ്റെ സ്വന്തം ബ്രദർ നടത്തുന്ന സഭ. യാക്കോബ് പറയോ. അപ്പൊ അന്നത്തെ കാലത്ത് പൊന്മോതിരം ഇട്ടുകൊണ്ട് ആളുകൾ ചർച്ചിൽ വരുമായിരുന്നു. മോടിയുള്ള വസ്ത്രവും അവർ സ്നാനപ്പെടുത്തുമായിരുന്നു, കർത്തൃമേശ കൊടുക്കുമായിരുന്നു. പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളെ കൾച്ചറലായിട്ട് മാത്രം നിർത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് ഉണ്ട്. ഇതൊന്നും രക്ഷയെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നേ. ആണോ? അല്ല. അയാൾ കമ്മലിട്ടു, മുക്കുത്തിയിട്ടു, ഇതുകൊണ്ട് സ്വർഗത്തിൻ്റെ കവാടത്തിൽ പത്രോസ് നീ മുക്കുത്തിട്ടു, പോ നരകത്തിൽ പോ. ഇത് രക്ഷയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ദിസ് ഈസ് ഔട്ട്വേർഡ് അഡോണിങ്. അതിനവിടെ നിർത്തുക. അതുകൊണ്ട് കർത്തൃമേശ വിലക്കുകയോ അല്ലെങ്കിൽ സ്നാനം വിലക്കുകയോ ചെയ്യുന്ന പ്രതീതി കൊണ്ട് ഒരു പക്ഷേ ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുക, ഒരു പക്ഷേ എത്ര ലക്ഷങ്ങളുടെ സ്നാനം ക്രൈസ്തവ സഭകൾ നമ്മൾ വിലക്കിയിട്ടുണ്ടാവും. ആ ഒറ്റ കാരണത്തിൽ സ്നാനപ്പെടാതെ എത്ര പേർ? ആ ഒറ്റ കാരണത്താൽ ഈ കർത്തൃമേശ കിട്ടാതെ എനിക്ക് കിട്ടിയില്ല, ഞാൻ അശുദ്ധയാണ് എന്ന ഭയങ്കരമായതിൽ ചിലർ ജീവിതകാലം മുഴുവൻ പോയിട്ടില്ല. എന്നാൽ ഊരാൻ പറ്റുമോ? ഭർത്താവ് സമ്മതിക്കുകയില്ല. അനേക വർഷങ്ങൾ സഹോദരിമാരിരുന്നിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു കൾച്ചറൊക്കെ അനുസരിച്ചിട്ട് അവിടെ പലർക്കും ഓർണമെൻറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു ആചാരമാണ്. അപ്പോൾ ഓർണമെൻറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് മരിച്ചുപോയെന്ന് അവർ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നൊരു കാര്യമാണത്. ദിസ് ഈസ് ദ പ്രോബ്ലം. കൾച്ചർ പ്ലേസ് ടു പ്ലേസ് ഈ കൾച്ചർ ഡിഫേഴ്സ് അല്ലേ, മാറ്റങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരി കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ഇനിയെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ് കേരളക്കരയിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ദേശങ്ങളിൽ മലയാളികൾ, അമേരിക്കയിലാട്ടെ എവിടെ ആയിക്കോട്ടെ, ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾ ഈ സുവിശേഷമെല്ലാം നിർത്താമെങ്കിൽ കുറേ പേർ രക്ഷിക്കപ്പെടും. ശ്രദ്ധിച്ചില്ലല്ലേ? ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച, നിങ്ങൾ ഈ സുവിശേഷമെല്ലാം നിർത്താമെങ്കിൽ കുറേ പേർ രക്ഷിക്കപ്പെട്ടാലെന്ന്. എന്ന് വെച്ചാൽ അമാതൃകയായ കർത്താവിൻ്റെ 23-ാം അധ്യായം മത്തായിയിൽ കർത്താവ് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു പരീശന്മാർക്കെതിരെ. നിങ്ങൾ കരയും കടലും എല്ലാം കടന്നു നിങ്ങളുടെ മാർഗത്തിൽ കൊണ്ട് അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കി മാറ്റും എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകരുത്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. ഇനി അടിമ നുഖത്തിലേക്കോ ഇങ്ങനെയുള്ള ഈ കൊലോസ്യ ലേഖനത്തിൽ എവിടെയാണ് പറയുന്നത്, തുടരുത്, പിടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെയുള്ള ബാലിശമായതിലേക്ക് പോകാതെ ഘനമായ നിത്യമായ ഭയങ്കരമായ കാര്യങ്ങൾക്ക്, ഇതിനേക്കാളൊക്കെ എത്ര വലിയ കാര്യങ്ങൾ നടക്കുന്നു. ഇത് പറിച്ചതുകൊണ്ട് വിശുദ്ധിയാകുമോ? ഞാൻ പറയട്ടെ, ഇതെല്ലാം പറിച്ച് കളഞ്ഞ ശേഷം അകത്ത് കൂശുമ്പും കുന്നായ്മയും എന്തൊക്കെയാണ് എല്ലാത്തതും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? കർത്താവ് നേരെ ഇങ്ങോട്ടാ നോക്കുന്നത്. അതെ, കർത്താവിൻ്റെ എക്സ്റേ കണ്ണുകൾ, ലേസർ കണ്ണുകൾ നേരെ ഇങ്ങോട്ടാ പോകുന്നത്, അല്ല ഇങ്ങോട്ടല്ല പോകുന്നത്. ഈ ചില ഒരു ഭർത്താവ് ഒരു ദിവസം, നിങ്ങളുടെ ഭാര്യ എന്ത് ടൈപ്പ് ബ്ലൗസ് ഇട്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭാര്യ എന്താ ഈ കമ്മലിട്ടിരിക്കുന്നത്, ഇയാൾ വെച്ച്, നീ എന്തിനാണ് എൻ്റെ ഭാര്യ നോക്കിയെന്ന് ചോദിച്ചു. ഇതിനല്ല നമ്മൾ എന്തിനാ കർത്താവിൻ്റെ ന്യായവിധിയുടെ സിംഹാസനത്തിലിരിക്കുന്നത്? കർത്താവ് അവിടെ ഇരുന്നോട്ടെ. അതെ, കർത്താവ് തന്നെ പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറുകളെ അല്ലെങ്കിൽ കിണ്ടിക്കിണ്ണങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഉള്ളിലെല്ലാം വളരെ വൃത്തികേടാണ്, പക്ഷെ പുറമേ മാത്രം. ഇങ്ങനെയൊക്കെ സംസാരിച്ച് അടുത്ത പോഡ്കാസ്റ്റ് അവർ കാണുമോ? തിരിച്ചു വരുമോ? എല്ലാ ആഴ്ചയിലും ഉണ്ട്, വരുമോ? ഞങ്ങൾ സത്യം പറയട്ടെ, ഓപ്പൺ ടോക്കാണിത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 42 വർഷം ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പൊക്കെ പറഞ്ഞിട്ട് പോകണ്ടേ? ക്ഷമ സിസ്റ്റർ എന്ത് പറയും? ഇപ്പം ചാവുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊക്കെ പറയണ്ടേ, സത്യം പറയണ്ടേ? ഓപ്പൺ ടോക്ക്, സത്യം പറയട്ടെ. അടുത്ത ആഴ്ചയിലും കാണും.
എങ്ങനെ ഇത് അവസാനിപ്പിക്കണേ? ഒന്ന് അവസാനിപ്പിക്കണേ. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞു. പക്ഷേ അതെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ദയവായിട്ട് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. കോമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിപ്പോൾ അത് രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഈ അടുത്ത ആഴ്ചകളിൽ എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാമല്ല, അതെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ അത് അങ്ങനെയുണ്ടോ, ഇതൊരു കൃത്യമായൊരു ഉപദേശമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എനിക്കൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കൂടി വേണം. ഇതിനാൽ മുറിവേറ്റ ഒത്തിരി പേര് കാണും. ഈ ഷമാ സിസ്റ്റർക്ക് ഒത്തിരി ഇതിൻ്റെ ബലിയാടുകളായതാണ്. കാരണം ഞാനാണ് എൻ്റെ ഉത്തരവാദി. ഞാനാണൊരു ജ്വല്ലറി കൊണ്ടുപോയിട്ട് ആദ്യത്തെ സ്റ്റഡ്സ് മേടിച്ചു കൊടുത്തത്. അതിന് ശേഷം ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ആ സഹോദരി നിമിത്തം ഒത്തിരി പേര് വഴി തെറ്റി ഈ ഉപേക്ഷിച്ച് തിരിച്ചെടുത്തിട്ട് ശാപം വരുത്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് അതൊക്കെ അങ്ങനെയുള്ള അത്രയും ടെൻഷനൊന്നും ഇന്നില്ല. ഇന്നിപ്പോൾ ഒത്തിരി പേര് ഞാൻ പറയുവാണ്, ഇനി പറയാൻ വൈകിപ്പോയോന്നറിയില്ല, ഇത് പറയാൻ വൈകിപ്പോയോന്നറിയില്ല. ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി. യെസ് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, ഇത്തരത്തിൽ ആഭരണ ധാരണത്തെക്കുറിച്ച്, കർത്താവെ ആഭരണം ധരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിൽ സംശയം ആയിട്ട് നിന്ന ചിലരുടെയൊക്കെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവെ അങ്ങ് വ്യക്തത കൊടുത്തതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇനി ആരെയും ഈ വിഷയത്തിൽ വിമർശിക്കുവാനോ അതുപോലെ തടുക്കുവാനോ ഇടയായി തീരാതെ കർത്താവെ, ആ സത്യ സുവിശേഷം ശരിയായ വിധത്തിൽ മറ്റുള്ളവരെ കർത്താവെ ദൈവാലയത്തിനകത്തേക്ക്, ദൈവരാജ്യത്തിനകത്തേക്ക് കയറ്റുന്ന വ്യക്തികളായിട്ട് ഒരിക്കലും ഒരു തടങ്കൽ പാറയോ ഇടർച്ചക്കല്ലോ ആയി മാറാതെ അനേകരെ കർത്താവെ ഈ വാതിലിലൂടെ അന്ത്യകാലഘട്ടത്തിൽ കർത്താവെ അനേകരെ ഈ വാതിലിലൂടെ ദൈവരാജ്യത്തിനകത്തേക്ക് കയറ്റുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതുപോലെ ഹൃദയത്തിൽ ഈ വിഷയത്തിൽ മുറിവേറ്റപ്പെട്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലെ വേദനകളും സങ്കടങ്ങളും എല്ലാം അങ്ങ് എടുത്തു മാറ്റിക്കൊടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ മലയാളി സമൂഹത്തിനകത്ത്, ക്രിസ്തീയ സഭകൾക്കകത്ത് ഒക്കെയും ഒരു വലിയ ദൈവീക വെളിച്ചം ഈ പോഡ്കാസ്റ്റിലൂടെ ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, താങ്ക് യു ലോർഡ്. ആമേൻ. സോ ഹാപ്പി. കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഒരു റിക്വസ്റ്റ് ഉള്ളത്, മാക്സിമം ഇത് ഷെയർ ചെയ്യണം. ഇത് ഷെയർ ചെയ്യുന്നത് വിശ്വാസികൾക്കല്ല, രക്ഷിക്കപ്പെടാത്തവർക്കല്ല. ഇതുപോലെ ക്ലാരിറ്റി വേണ്ട, ഉപദേശത്തിന് ക്ലാരിറ്റി വേണ്ട ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തുറന്നെഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭാഷയിൽ എഴുതുക. എന്താണെങ്കിലും സംശയങ്ങളിടാം. ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി പേര് കണ്ണു തുറക്കട്ടെ. സോ ദിസ് ഈസ് ഓപ്പൺ ടോക്ക്. സത്യം പറയട്ടെ, അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ഇതേ സമയത്ത് നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റ് ഇറങ്ങുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.